சந்தோஷமாக இருக்கிறவங்க ஹல்லேலூயா. ஆண்டவர் ரட்சகரமாக இயேசுவின் நாமம் മഹിമപ്പെടട്ടെ. മലയാളം പുരിയും എല്ലാവർക്കും ഓക്കെ. സ്തോത്രം. ദൈവം നല്ലവനായിരിക്കൊണ്ട് ഇന്ന് രാത്രി കാലം നിങ്ങളോടൊരുമിച്ച് സർവശക്തനായ ദൈവത്തെ ഉയർത്തുവാൻ ദൈവം തന്ന നല്ല ഭാഗ്യത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം നൽകി. വിവിധ ഭാഗങ്ങളിൽ കടന്നു പോകുവാൻ ദൈവം ഭാഗ്യം നൽകി. കഴിഞ്ഞ ആഴ്ചയുടെ ഭാഗത്ത് ബാംഗ്ലൂരിൻ്റെ പട്ടണത്തിൽ കർത്താവിൻ്റെ വേലയുടെ ആ ഭാഗത്തായിരിക്കാൻ ദൈവം ഭാഗ്യം നൽകി. ഈ ആഴ്ചകളിലും കഴിഞ്ഞ വെള്ളിയാഴ്ച ചെന്നൈയിൽ പോയിട്ട് ഇന്നാണ് കടന്നു വന്നത്. വളരെ ക്ഷീണമുണ്ട്. വൈകിട്ടും ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ ശരീരത്തിൽ ചില ബലഹീനത വന്നപ്പോൾ ഞാൻ എൻ്റെ കൊച്ചു മോനെ വിളിച്ചു, മക്കളെ ഒന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി. ഫോൺ എടുത്തില്ല, അവൻ മറ്റൊരു മീറ്റിങ്ങിലാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് വന്നതെങ്കിലും സ്ഥലം എത്താറായപ്പോൾ ദൈവം കുറച്ച് ആശ്വാസം തന്നു. ഹല്ലേലൂയ. ദൈവം നല്ലവനാണ്. നമുക്ക് എത്ര പേർക്ക് നല്ലവനായിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. നിങ്ങളിവിടെ ഏറിയ ദിവസങ്ങൾ കൊണ്ട് പ്രാർത്ഥന നടത്തുന്നുണ്ട്. ദൈവസഭയുടെ പ്രാർത്ഥന ഏത് ദീനക്കാരെയും വിടിവിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മടിച്ചു പോകാതെ, മടിപ്പ് വരാതെ പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയിലൂടെ ലഭിക്കാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലും ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് ഇതുവരെയും ദൈവം വഴി നടത്തുന്നത്. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ശബ്ദം അനുസരിക്കുന്നു എങ്കിൽ നിശ്ചയമായും നമ്മെ അനുഗ്രഹിപ്പാൻ ദൈവം ശക്തൻ. ഹല്ലേലൂയ. നമ്മളൊക്കെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോഴും ഹൃദയം കൊണ്ട് ദൈവത്തോട് ചില വാക്കുകൾ ഇങ്ങനെ സംസാരിച്ച് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ കേൾപ്പിച്ച ഒരു ദൂത് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒരാൾ വായിച്ചാട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. 14-15. ആ ആ ആ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ആമേൻ. സ്തോത്രം. അവിടെ പറയുന്നുണ്ട്, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് കടന്നു. ആമേൻ. സ്തോത്രം. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. ഹല്ലേലൂയ. പാടുകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ ദൈവത്തെ ഉത്തമമായി സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ച ദൈവജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രസ്താവിക്കുന്ന ഒരു ദൂതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ലോകരക്ഷിതാവാകുന്ന യേശു കർത്താവ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് വിജയകരമായി ആമേൻ കാണപ്പെടുമ്പോൾ പാപികൾക്ക് വേണ്ടി ഈ ലോകത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. ഈ കർത്താവ് ലോകത്തിൽ ആയിരിക്കപ്പെടുമ്പോൾ തന്നെക്കുറിച്ച് പറയപ്പെട്ട ഒരു ദൂതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യേശു ലോകത്തിൽ ജനിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കേണ്ടതിന് ആത്മാവിൻ്റെ രൂപത്തിൽ അവൻ ഈ ലോകത്തിൽ ജാതനായി. മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവെന്ന ശക്തിയാൽ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ജനിക്കപ്പെടുവാനിടയായി. ഒന്നാമത് ആമേൻ താൻ ഉരുവാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ഹല്ലേലൂയ. രണ്ടാമത് യേശു ഈ ലോകത്തിൽ ജനിച്ചു. അപ്പൻ്റെ കൂടെ ജോലി ചെയ്തു, തച്ചനായി ജോലി ചെയ്തു. എന്നാൽ യേശു കർത്താവ് രണ്ടാമത് തൻ്റെ 30-ാമത്തെ വയസ്സിൽ യോർദാനിലേക്ക് ഇറങ്ങി. എന്തിന്? ആമേൻ ദൈവത്തിൻ്റെ ഇഷ്ടമാകുന്ന ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടതിന്. ഹല്ലേലൂയ. അപ്പോൾ ലോകരക്ഷിതാവായി ജനിക്കപ്പെട്ട യേശു ഈ ലോകത്തിൽ സ്നാനപ്പെട്ടു, മാതൃ കാണിച്ചു എങ്കിൽ ആമേൻ സ്തോത്രം പുതിയ നിയമ വിശ്വാസികളാകുന്ന സകല ജനവും ഇത് സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്.
ചിലരൊക്കെ പറയാറുണ്ട്, ഞാനൊരു സ്ഥാനം എടുത്തു, അമ്മ എന്നെ കൊച്ചു വയസ്സിൽ കൊണ്ടുപോയി സ്ഥാനം എടുത്തു, അതൊക്കെ മതിയെന്ന് പറയാറുണ്ട്. വേദപുസ്തക അടിസ്ഥാനത്തിൽ അത് തെറ്റ് തന്നെയാണ്. ഹല്ലേലൂയ. തളിപ്പ് സ്നാനം ബൈബിളിൽ ഇല്ലവേ ഇല്ല. ജ്ഞാനസ്നാനം എന്ന് പറയുമ്പോൾ അറിവ് വന്നതിന് ശേഷം സ്വീകരിക്കുന്നതാണ് ജ്ഞാനസ്നാനം. ഹല്ലേലൂയ. അപ്പോൾ ജ്ഞാനസ്നാനം തളിയല്ല, കുളിയാണ്. മുഴുകൽ എന്ന് തമിഴിൽ പറയുന്നുണ്ട്. അപ്പോൾ യേശു കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നികയ്ക്കേണ്ടതിന് ഈ ലോകത്തിൽ വന്ന് അവൻ ജ്ഞാനസ്നാനമെടുത്ത് സ്തോത്രം മുങ്ങി പൊങ്ങുമ്പോൾ പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി. ഹല്ലേലൂയ. അപ്പോഴാ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു. ഹല്ലേലൂയ. നമ്മളാരെങ്കിലും സ്നാനപ്പെടുമ്പോൾ അങ്ങനെ ഉണ്ടായോ? ഉണ്ടോ? സ്തോത്രം ഇല്ല. വല്ലതും ദർശനം കണ്ടവരുണ്ടോ? ആരുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ സഹോദരി സ്തോത്രം, ഞാൻ സ്നാനപ്പെട്ട് കയറുമ്പോൾ സമയത്ത് ഒരു പാട്ട് പാടി. ഇന്നും എനിക്കത് എൻ്റെ ഹൃദയത്തിൽ കൂടെ ഞാൻ പാടാറുണ്ട്. ഹല്ലേലൂയ. വൈപ്പായുൻ കാലടി തற்பരൻ சொற்படி, வைப்பாயுன் காலடி தற்பரன் சொற்படி, வானவரே சூதம் வாக்குமராரே, വാനവരേ സുതം വാക്കുമാരേ. ഹല്ലേലൂയ. എനിക്കത് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ കൂടെ ദൈവസന്നിധാനത്തിൽ പാടാറുണ്ട്. വാസ്തവത്തിൽ ദൈവ ശബ്ദത്തിൻ കേട്ട് അതുപോലെ കാൽച്ചുവട് വയ്ക്കുമെങ്കിൽ യെശയ്യാവ് വിളിച്ചു പറയുന്നുണ്ട്, നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തന്ന് നിന്റെ മേൽ എൻ്റെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈവ ശബ്ദത്തിലാണ് ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ പലരും വ്യക്തിത്വങ്ങളുടെ ജീവിതം നോക്കി ഓടുന്നവരുണ്ട്. അത് പലപ്പോഴും പരാജയപ്പെടും. ഞാൻ ഇന്നലെയും ചെന്നൈയുടെ ഭാഗത്ത് ശുശ്രൂഷിക്കുമ്പോൾ അവരോട് പറഞ്ഞത്, ലോക മനുഷ്യരുടെ വാക്കിലല്ല ഒതുങ്ങേണ്ടത്. ഇന്നത്തെ സഭകൾ പലതും ലോകത്തിൻ്റെ ഹിംഹിതങ്ങളിലൂടെ, ലോക മനുഷ്യർ പോകുന്ന പോക്കിലൂടെ സ്തോത്രം അവർ ചെയ്യുന്നത് ഫോളോ ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഞാനൊന്ന് പറയാം, വ്യക്തികളെ അല്ല ഞാൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, ദൈവത്തിൻ്റെ പിന്നാൽ സഞ്ചരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദപ്രകാരം കാൽച്ചുവട് വയ്ക്കുമെങ്കിൽ സ്വർഗം നമ്മോട് സംസാരിപ്പാനിടയാകും. ഹല്ലേലൂയ. നേരായ പാതകളിലൂടെ ദൈവം നമ്മെ നടത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവവചന അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ സ്തോത്രം ഒരു നിറവാണ് യേശു കർത്താവിന് ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാ പ്രാവെന്ന രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി. ഹല്ലേലൂയ. അപ്പോൾ എത്ര പ്രാവശ്യമായി ആത്മാവിൻ്റെ നിറവ് യേശുവിന്? രണ്ടാമത് ഒരു നിറവായി. ഹല്ലേലൂയ. അപ്പോൾ ഈ രണ്ടാമത്തെ നിറവ് പ്രാപിച്ചു കഴിയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. സ്തോത്രം. അവസാനപ്പെട്ട് ദൈവകൃപയിലാകുമ്പോൾ ചില സാഹചര്യങ്ങൾ ദൈവം നമ്മെ എങ്ങോട്ട് അയക്കും? മരുഭൂമി അനുഭവം വരുമ്പോഴാ ചിലർക്ക് പിടിക്കാത്തത്. സ്തോത്രം. ഇപ്പിടി നനച്ചല്ലിയേ പാസ്റ്റേ, இந்த சோதனை வரும்னு നനച്ചല്ലിയേ എന്ന് പറയും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തി കൂടുന്തോറും ശോധന ഘട്ടത്തിനകത്ത് ചിലപ്പോൾ കടത്തി വിടും. എന്തിന്? പൊന്നുപോലെ തിളക്കത്തോടെ പുറത്തു വരുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ആത്മാവിൻ്റെ ശക്തിയോടെ മരുഭൂമിയിലേക്ക് ദൈവം നയിച്ചു. അവിടെ 40 ദിവസം ദൈവസന്നിധാനത്തിൽ ഉപവാസത്തോടെ ഇരുന്നു. ഹല്ലേലൂയ. ഉപവസിച്ചല്ലോ, പ്രാർത്ഥിച്ചല്ലോ, കഥ കഴിഞ്ഞു, എന്തായാലും വിശന്ന് കിറങ്ങി 40 ദിവസം തികയ്ക്കുവാൻ ദൈവം കൃപ നൽകി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പുറത്തോട്ട് വരുമ്പോഴായിരിക്കും മറ്റാളിങ്ങനെ വരുന്നത്. എങ്ങനെ? ചിലത് മനുഷ്യൻ നേരിട്ട് വരില്ല, ഇങ്ങനെ വരും. ഹല്ലേലൂയ. ചിലപ്പോൾ കൂടെ ഇരുന്ന് ആരാധിക്കുന്നവർ തന്നെ നമുക്കെതിരെന്ത് ചെയ്യും? ദാവീദ് പറയല്ലേ, എൻ്റെ പ്രാണ സ്നേഹിതൻ പോലും എനിക്കെതിരെ കുതികാൽ അറിയില്ലേ? ഹല്ലേലൂയ. പ്രാണ സ്നേഹിതൻ പോലും, നമ്മോടുകൂടെ അപ്പം തിന്നവർ, ദൈവാലയത്തിലേക്ക് ഒരുമിച്ച് നടന്നവർ, മധുരവാക്ക് പറഞ്ഞവർ, ഹല്ലേലൂയ, നമുക്കെതിരെ കുതികാൽ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലൊരു ശക്തനായൊരു പ്രവാചകൻ എന്നോട് ദൂത് പറഞ്ഞു, കർത്താവിൻ്റെ ദാസിയെ ശുശ്രൂഷ മേഖലകളിൽ
നിന്നെ വളർത്തി വിട്ടവർ പോലും നിനക്കെതിരെ അസൂയ കൊള്ളുന്നു നിന്റെ വളർച്ച കണ്ടിട്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്നും ചിന്തിക്കാറുണ്ടത്. പല പ്രാവശ്യം പല ദൈവദാസന്മാർ ഇതെന്ന് പറഞ്ഞു. ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചിട്ടല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പഠിപ്പിൻ്റെ പട്ടധാരിയായതുകൊണ്ടല്ല. എന്തുകൊണ്ട് ദൈവം എന്നെ എങ്ങനെ ഓടിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം ദൈവമക്കൾ, നിഷ്കളങ്ക ഹൃദയത്തോടെ സ്തോത്രം ദൈവത്തിന് വേണ്ടി കേട്ടാലും കേൾക്കാത്തതുപോലെ കണ്ടാലും കാണാത്തതുപോലെ നമ്മെ പകയ്ക്കുന്നവരുടെ നടുവിൽ ഒന്ന് മാത്രം ചെയ്യുക. ദാവീദ് പറഞ്ഞു സ്തോത്രം, ഹല്ലേലൂയ, കർത്താവേ ഹല്ലേലൂയ, നീർ എന്നെ തെറ്റുവதை എൻ പകഞ്ഞൻ കണ്ട് വെക്കപ്പെടുമ്പടിക്ക് അനുകൂലமான അടയാളത്തെ താരും. ഹല്ലേലൂയ. ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ച ദൈവ വൈതലേ, ആമേൻ. നിന്നെ പകയ്ക്കുന്നവർ, നിന്നെ നിന്ദിക്കുന്നവർ കാണത്തക്കവണ്ണം ദൈവം നിന്നെ മാനിക്കുന്ന ഒരു കാലമുണ്ട്. എൻ്റെ ജീവിതാനുഭവത്തിലൂടെ പറയാം, നമ്മെ പകയ്ക്കുന്നവർ കാണുക ദൈവം നമുക്ക് മേശയൊരുക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരിക്കൽ എൻ്റെ മാതൃസഭയിൽ ഒരിക്കൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു. ആമേൻ. സ്തോത്രം. എൻ്റെ സഭയിലെ കാര്യങ്ങൾ ചെയ്ത് ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്കിറങ്ങിയപ്പോൾ സഭയുടെ കാര്യങ്ങൾ ചിലത് ബ്രേക്കായി. അപ്പോഴാ പറഞ്ഞത് 100 രൂപയ്ക്ക് വേണ്ടി ഓടുന്നവരുണ്ട്. വാസ്തവത്തിൽ ഞാനൊന്ന് പറയാം, അന്ന് യാതൊരു മറുപടിയും പറയുവാൻ പോയില്ല. ആമേൻ. ദൈവത്തോട് കരഞ്ഞതല്ലാതെ മറ്റൊരു മറുപടിയും പറയുവാൻ പോയില്ല. ആമേൻ. സ്തോത്രം. ഇങ്ങനെ ഓടുന്നവർ 2 മാസം 3 മാസം കഴിയുമ്പം ആമേൻ. സ്തോത്രം അങ്ങനെ നിന്നു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ സ്വർഗത്തിലെ അപ്പൻ്റെ കരങ്ങളിൽ, വിളിച്ച ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്വർഗം എന്നും അവൻ്റെ കൃപയുടെ കരത്തിൻ കീഴിൽ വഹിച്ച് വഴി നടത്തുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനൊന്ന് പറയാം, പകയ്ക്കപ്പെട്ട് വേദന അനുഭവിച്ച് ആമേൻ. സ്തോത്രം ദുഃഖം സഹിച്ചുകൊണ്ട് ദൈവ സന്നിധാനത്തിലായിരിക്കപ്പെടുന്ന ദൈവമക്കള് ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഹല്ലേലൂയ, ദൈവനാമ നിമിത്തം നീ നിന്ദിക്കപ്പെടുന്നു എങ്കിൽ ഭാഗ്യശാലിയാണ്. നിനക്കൊരു പ്രൊമോഷൻ ദൈവം വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ദൈവനാമ നിമിത്തം ഒറ്റപ്പെടുന്നു എങ്കിൽ, മറ്റുള്ളവരുടെ നടുവിൽ തരം താഴ്ത്തപ്പെടുന്നു എങ്കിൽ ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, നിനക്ക് വേണ്ടി ദൈവം ഒരു പ്രതിഫലം വച്ചിട്ടുണ്ട്. ഈ പെനീന ഹന്നയെ നിന്ദിക്കുന്ന സമയത്ത് ഹന്നയ്ക്ക് ആരോട് സങ്കടം പറയാനില്ല. അവൾ ദൈവാലയത്തിൽ പോയിരുന്ന് കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. വീട്ടിനകത്ത് കരയും തോറും പെനീനയുടെ വാക്ക് ഹന്നയെ ഉടച്ചുകൊണ്ടേയിരുന്നു. പക്ഷെയോ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ ഭർത്താവ് പറയുന്നുണ്ട്, നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് ശ്രേഷ്ഠമാണ്. കാരണം എൽക്കാന അവളെ വഴക്ക് പറയുന്നില്ല, നിന്ദിക്കുന്നില്ല. ആമേൻ. സ്തോത്രം. ഭാര്യയെ ആദ്യമായി സ്നേഹിച്ചതുപോലെ അന്നും എൽക്കാനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഭർത്താവിന്റെ സ്നേഹം കുറവില്ല. ആമേൻ. എന്നാൽ ഹന്നയ്ക്കൊരു സങ്കടം, പെനീന ആരും കാണാതെ നിന്ദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ആമേൻ. സ്തോത്രം അനുഭവത്തിന്റെ നടുവിൽ ഹല്ലേലൂയ ഹന്നയ്ക്ക് പറയുവാനുള്ളത്, ആമേൻ, വീട്ടിനകത്ത് ദൈവത്തോട് സങ്കടം പറയും തോറും മറുവശത്ത് മുരസിയടിക്കുന്നത് പോലെ പെനീന കുത്തുവാക്കുകൾ പറയുകയാ. പക്ഷെ ഒരു ദിവസം ഹന്ന ദൈവാലയത്തിനകത്ത് കരഞ്ഞുകൊണ്ട് കയറി ചെന്നു. അന്ന് ആമേൻ അതിനകത്തും അവൾക്ക് ചില വാക്കുകൾ മുറിവേൽപ്പായി വന്നു എങ്കിൽ ഉടഞ്ഞുപോയ ഹന്നയുടെ ഹൃദയത്തെ സ്വർഗത്തിലെ ദൈവം ആമേൻ ധൈര്യപ്പെടുത്തി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം ഏലിയിലൂടെ വെളിപ്പെടുകയോ, നീ സമാധാനത്തോടെ കടന്നു പോക, യഹോവ നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവ വചനം കേൾക്കുന്ന ദൈവ പൈതല്, എവിടെ നീ നിന്ദിക്കപ്പെട്ടുവോ, എവിടെ പരിഹസിക്കപ്പെട്ടുവോ, അവയുടെ തലങ്ങൾ ദൈവം നിന്നെ മാനിപ്പാൻ ശക്തന്. എത്രത്തോളം നീ കരയുന്നുവോ, എത്രത്തോളം നീ ഉടയ്ക്കപ്പെടുന്നുവോ, എത്രത്തോളം ദൈവസന്നിധാനത്തിൽ നിരാശ വഹിക്കുന്നുവോ, അതിന് തക്ക പ്രതിഫലം തരുവാൻ ദൈവം ശക്തന്. ആമേൻ. പെനീനയ്ക്ക് വേഗത്തിൽ മക്കൾ കിട്ടി. ഹല്ലേലൂയ. പക്ഷെ പെനീനയുടെ മക്കളുടെ ഒരു പേരും ബൈബിളിലില്ല. ഉണ്ടോ? പെനീനയുടെ മക്കളുടെ ഒറ്റ പേരും ബൈബിളിലില്ല. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ ആലയത്തിൽ ചെന്നിരുന്ന് മുറവിളി കൂട്ടിയ ഹന്നയുടെ സന്തതിയുടെ പേര് ബൈബിളിൽ വന്നത് മാത്രമല്ല, ഇന്ന് രാവിലെ ഞാനൊരു കൊച്ചിനോട് പറഞ്ഞ ഒരു വാക്യത, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ശമൂവേൽ ഹല്ലേലൂയ എല്ലാവർക്കും പ്രീതിയുള്ളവനായിരുന്നു. ഹല്ലേലൂയ. ശമൂവേൽ ബാലനോ സകല മനുഷ്യർക്കും പ്രീതിയുള്ളവനായി പ്രസാദമുള്ളവനായി കാണപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവന്റെ പേർ ദാൻ മുതൽ ബർശേബ വരെ അറിയപ്പെട്ടു. ഓ എൻ്റെ പൊന്നെ,
ആമേൻ ആലയത്തിൽ കരയപ്പെട്ട സന്തതിയുടെ ആമേൻ സ്തോത്ര പേര് അഡ്രസ് ഉള്ളതായി മാറി. ഹല്ലേലൂയ. പെനീനയുടെ മക്കൾക്ക് അഡ്രസ് ഇല്ലാതെ പോയപ്പോൾ എങ്ങലടിച്ച് കരയപ്പെട്ട ഹന്നയുടെ സന്തതി അഡ്രസ് ഉള്ള ഒരു തലമുറയായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മ പറയുന്നു, നീ മക്കൾക്ക് വേണ്ടി കരയുന്നു എങ്കിൽ, സന്തതിക്ക് വേണ്ടി കരയുന്നു എങ്കിൽ, കുടുംബത്തിന് വേണ്ടി കരയുന്നുണ്ടെങ്കിൽ, ഏത് തലമുറയ്ക്ക് വേണ്ടി നീ കരയുന്നുവോ, ആമേൻ സ്തോത്രം, ഏത് സന്തതിക്ക് വേണ്ടി ഏത് അനുഭവത്തിൽ കരയുന്നുവോ അതിന് തക്ക മറുപടി തരുവാൻ ദൈവശക്തനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മോശയുടെ അമ്മയപ്പന്മാർ ആമേൻ സ്തോത്രം മോശയ്ക്ക് വേണ്ടി കരഞ്ഞു. ഹല്ലേലൂയ. സാധാരണ എല്ലാ അമ്മമാരും മക്കളെ പ്രസവിക്കുന്നത് പോലെ മോശയുടെ അമ്മയപ്പന്മാർക്കും ആ കാലഘട്ടത്തിൽ ഒരു സന്തതി വെളിപ്പെട്ടു. പക്ഷെ മോശയ്ക്ക് ഇത്രയും മാറ്റമുണ്ടാകുവാൻ കാരണം വാഗ്ദത്തത്തോടുകൂടെ ജനിച്ചവനല്ല. പക്ഷേ ആമേൻ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അനേക തലമുറകൾ 2 വയസ്സിന് താഴെയുള്ളവർ നദിയിൽ എറിയപ്പെട്ട് കൊല്ലപ്പെടുമ്പോൾ മോശയുടെ അമ്മയപ്പന്മാർ ഈ കുഞ്ഞിനെ, മോശക്കുട്ടിയെ ഭദ്രമായി സൂക്ഷിക്കുവാൻ രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവർ ദൈവസന്നിധാനത്തിൽ കുഞ്ഞിനെ ആമേൻ സ്തോത്രം ശ്രദ്ധിച്ചതുകൊണ്ട്, സുരക്ഷിതത്വമായി കാത്തതുകൊണ്ട് എന്താ സംഭവിച്ചത്? പിൻകാലഘട്ടത്തിൽ 6 ലക്ഷത്തിന് മേൽപ്പെട്ട ജനത്തെ നടത്തുവാൻ ഒരു അഭിഷക്ത സന്തതിയായി ഇന്നും സത്യവേദ പുസ്തകത്തിൽ പുതിയ നിയമ വിശ്വാസികൾക്ക് ഒരു വിശ്വസ്ത ദൈവദാസനായി മോശ വെളിപ്പെടത്തക്ക വിധത്തിൽ സ്വർഗത്തിലെ പ്രവൃത്തി വെളിപ്പെട്ടു എങ്കിൽ, ഹല്ലേലൂയ, തലമുറകൾക്ക് വേണ്ടി കരയുന്ന അമ്മമാരെ, അപ്പന്മാരെ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഏത് തലമുറയ്ക്ക് വേണ്ടി നീ അധികം കരയുമോ ആ തലമുറ അധികം പ്രയോജനമാകുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. കരഞ്ഞ് വിലപിക്കുന്ന തലമുറയ്ക്ക് ഒരുപാട് വിടുതൽ. ഹല്ലേലൂയ. ഒരു വീട്ടിൽ 3 മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ കുറുമ്പനായിരിക്കും ഒരുത്തൻ. ഇതിന് ആമേൻ, എനിക്ക് എൻ്റെ വീട്ടിൽ ഒരുത്തനെ ഞാൻ ശപിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് ജീവിക്കുന്നതിനേക്കാൾ ചെത്തുകളേടാന്ന്. ആമേൻ സ്തോത്രം. എന്ന് ചെത്തുകളെന്ന് പറഞ്ഞു അന്ന് തൊട്ട് ദൈവം അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ഒരുപാട് വിളയാട്ട. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ആത്മീയ കാര്യത്തിൽ പിന്തങ്ങിയാൽ സങ്കടം സഹിച്ചുകൂടാ. ആമേൻ സ്തോത്രം. ശ്രദ്ധിക്കണം ദൈവമക്കൾ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു വിലയേറപ്പെട്ട ദൈവദാസൻ പറഞ്ഞത്, കർത്താവേ, തൻ്റെ തലമുറകൾ പറഞ്ഞ സാക്ഷ്യമാണ്, എൻ്റെ മക്കൾ ദൈവകൃപ വിട്ട് അന്യപ്പെട്ടു പോകുകയാണെങ്കിൽ അവരെ ജീവനോടെ വെച്ചിരിക്കരുത്. ഹല്ലേലൂയ. അവരെ ദൈവം എനിക്ക് നേർത്തിയായി സാക്ഷ്യത്തോടെ നിർത്തുമെങ്കിൽ തന്നാൽ മതി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആ തലമുറകളെ ദൈവം എന്ന് സുവിശേഷ ഘോഷണത്തിൽ മാനിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അപ്പനമ്മമാരെ മക്കൾക്ക് വേണ്ടി എത്രത്തോളം കരയുന്നുവോ ആമേൻ സ്തോത്രം, ആ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിങ്കൽ മരിയ ഒരുപാട് കരഞ്ഞു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസത്തെ ഈ വാട്സപ്പിലൊരു ജീസസിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഈ ദുഃഖവാരമായതുകൊണ്ട് ആരോ ഇട്ടതാ. പക്ഷേ അത് നോക്കിയപ്പോൾ ആമേൻ സ്തോത്രം, മറിയ കരഞ്ഞുകൊണ്ട് ഓടുന്ന ഓട്ടോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ കുറേ നേരം ഇരുന്ന് ചിന്തിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണ് കാണാൻ നമ്മുടെ മക്കളെ ആരെങ്കിലും പിടിച്ചടിച്ചാൽ നമ്മളിടയിൽ ചെന്ന് ചാവാനായിട്ട് കിടന്നു കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പക്ഷേ മറിയ ഇതൊക്കെ കണ്ടും സഹിച്ചും നിന്നവൾ. ആമേൻ സ്തോത്രം. അതിനും ഒരു കൃപ വേണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. വാത്സല്യ ദൈവമക്കളെ, മോശയെ ഭദ്രപ്പെടുത്തുവാൻ, മോശയെ മറച്ചു വയ്ക്കുവാൻ ആമേൻ സ്തോത്രം ആ മാതാപിതാക്കൾ തയ്യാറായപ്പോൾ ആ മോശയെക്കുറിച്ചുള്ള നല്ല ചെയ്തി, നല്ല വാക്ക്, ഹല്ലേലൂയ, പിൻകാലഘട്ടത്തിൽ അറിയപ്പെട്ട പ്രവാചകനായി മാറിയതുപോലെ ഇന്ന് ആർക്ക് വേണ്ടി ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, ആമേൻ സ്തോത്രം, ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് മേന്മയേറുന്ന ഒരു വിടുതലാക്കി ആമേൻ ദൈവം തരുവാൻ ശക്തനാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതുകൊണ്ട് നാം ഒരിക്കലും ക്ഷീണിച്ചും ബലഹീനരായി പോകേണ്ടവരല്ല. അതുകൊണ്ട് എബ്രായ ലേഖനം 12:3 പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കട്ടെ. ഹല്ലേലൂയ. കൊച്ചു കൊച്ചു ശോധനകൾ വരുമ്പോൾ, കൊച്ചു കൊച്ചു പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് ക്ഷീണവും മടിപ്പും ഒക്കെ വരും. ആമേൻ സ്തോത്രം. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ സമയത്ത് ക്ഷീണിച്ചു മടുത്തും പോകേണ്ടവരല്ല. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി എത്രത്തോളം വിശ്വസ്തത പരിപാലിക്കുമോ അത്രത്തോളം മാനിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ.
ഇത് പറയുമ്പോഴാണ് ഒരു വാക്ക് ദൈവാത്മാ തരുന്നത്. ആമേൻ സ്തോത്രം. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് നിൻ്റെ പേരിൽ ഒരു കുറവ് പറയാനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും, നല്ല പ്രത്യാശ ഉണ്ടാകും. ആമേൻ സ്തോത്രം. ഭയങ്കര വാഗ്ദാനമൊക്കെ പറയും. ആമേൻ ഞാനും ശുശ്രൂഷ മണ്ഡലത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ആമേൻ സ്തോത്രം. സിസ്റ്റർ ஜெபம் பண்ணுங்க, நான் கல்ஃபுக்கு போனால் கண்டிப்பாக முதல் சம்பளம் உங்களுக்கு தருவேன். ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ പോകുന്ന സഭയിൽ കുടിക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പക്ഷേ ഇവർ എന്നെയും മറക്കും, സഭയെ മറക്കും. ഹല്ലേലൂയ. രണ്ടാമത് സ്തോത്രം, ആദ്യ കാലഘട്ടത്തിലൊക്കെ ദൈവനാമത്തിന് വേണ്ടി ദശമഭാഗം കൊടുപ്പേ. ആരെ പോലെ? യാക്കോബിനെ പോലെ. എനിക്ക് തരുന്ന എല്ലാം കൊടുക്കാമെന്ന് പറയും. പക്ഷേ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കുറേ കഴിയുമ്പോൾ ആളിനെ കാണില്ല. യാക്കോബ് കൊടുത്തു കേട്ടോ. അവൻ പറഞ്ഞത് അർച്ചനായിരുന്നു. ആമേൻ സ്തോത്രം. കർത്തർ എനിക്ക് കൊടുക്കും എല്ലാവറ്റിലും. ഹല്ലേലൂയ. മലയാളത്തിൽ പറയുന്നു സകലത്തിലും. ശകലമല്ല, സകലത്തിലും, എല്ലാറ്റിലും കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആമേൻ ദൈവം നന്മ തന്നു കഴിഞ്ഞപ്പോൾ ആർക്ക് കൊടുത്തെന്നറിയാമോ? യാക്കോബ് കൊണ്ട് ചെന്ന് അണ്ണന് കൊടുത്തു. പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? സബ്ജക്റ്റ് വിട്ടു പോകുകയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ആമേൻ സ്തോത്രം. യാക്കോബിൻ്റെ ദശാംശം എല്ലാം ലാബാന് കൊണ്ട് കൊടുത്തു. ഒരു കൂട്ട ആടും മാടും ഒട്ടകവും ആമേൻ സ്തോത്രം എല്ലാം കൊണ്ട്. എന്തിനെന്നറിയാമോ? പഴയ ശത്രുത്വത്തിൽ അണ്ണൻ എന്നെ കൊല്ലരുത്, അതിനു വേണ്ടി ചെയ്തതാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദശാംശം കാണിക്കുകയും അണ്ണനോ അപ്പനോ അല്ല കൊടുക്കേണ്ടത്, കർത്താവിൻ്റെ വേലയ്ക്കാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതുകൊണ്ട് മലാക്കി പുസ്തകം മൽകിയ 2:7 പറയുന്നത്, എൻ്റെ ആലയത്തിൽ നന്മയുണ്ടാകേണ്ടത് നിന്റെ ദശാംശമൊക്കെ എവിടെ വരണം? ഈ സ്തോത്രം. തമിഴ്നാട്ടിൽ ഒരുത്തൻ ദശാംശം കൊടുത്തുകൊണ്ടിരുന്നു. പാസ്പോർട്ടുള്ള കലിപ്പ് കൊണ്ട് പിന്നെ കൊടുക്കാതായി. ഹല്ലേലൂയ. അങ്ങനെ കൊടുക്കാതായപ്പം ആമേൻ ജോലി കഴുത്ത് കുത്തനെ വീണു. ഹല്ലേലൂയ. ചുമ്മാ ഇരുന്ന ആമേൻ സ്തോത്രം ജോലി മണ്ഡലത്തിൽ വേറെ ഒരുത്തൻ്റെ പ്രശ്നം ഇവൻ്റെ തലയിൽ വന്നടിച്ചു. ഹല്ലേലൂയ. കുറ്റം ചെയ്യാത്തവനെ സസ്പെൻഡ് ചെയ്തു. ആമേൻ സ്തോത്രം. അവൻ്റെ ദശാംശവും അതോടെ നിന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വാത്സല്യ ദൈവമക്കളെ, ദൈവനാമത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആമേൻ ഞങ്ങളുടെ സഭയിലും ചിലരുണ്ട്, എല്ലാം കൊടുക്കവാ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആമേൻ സ്തോത്രം. ദൈവനാമത്തിന് വേണ്ടി നീ അളക്കുന്ന അളവിനാൽ നിനക്ക് അളന്ന് കിട്ടും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ സഭ ദൈവനാമത്തിന് കൊടുക്കുന്നവരാണ്. പക്ഷെ ഒന്നുകൂടെ പറയട്ടെ, ദൈവം നമുക്ക് തന്ന എല്ലാറ്റിലും അവന് സ്തോത്രത്തോടെ കൊണ്ടു കൊടുക്കണം. ഹല്ലേലൂയ. എൻ്റെ ആലയത്തിൽ നന്മ ഉണ്ടാകേണ്ടതിന് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ സാധാരണ ഒരു വിശ്വാസിയായിരുന്ന കാലത്തിലുള്ള ചെലവല്ല ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതിന് ശേഷം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു വിശ്വാസിക്ക് വരുന്നതിനേക്കാൾ ഡബിൾ ത്രിബിൾ ചെലവാണ് ഒരു പുരോഹിതൻ്റെ വീട്ടിനകത്തുണ്ടാകുന്നത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവാലയ കർമ്മങ്ങൾ ചെയ്യുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കണം. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആമേൻ. കൊരിന്തിയ സഭയോട് 1 കൊരിന്തിയ ലേഖനം ആമേൻ സ്തോത്രം 9-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഒന്നുകൂടെ വായിച്ചട്ടെ. വന്നതുകൊണ്ട് പറയാതെ പോയാൽ തെറ്റാണല്ലോ. ഒന്ന് വായിക്കാം. 1 കൊരിന്തി 9-ാം അധ്യായം 13-ാം വാക്യം. ദൈവാലയ കർമ്മങ്ങൾ ചെയ്യുന്നവൻ ദൈവാലയം കൊണ്ട് ഉപജീവിക്കണം. സ്തോത്രം. ഞാനിവിടെ പറഞ്ഞെന്നറിഞ്ഞൂടാ, കൊറോണ സമയത്ത് ഒരു പാസ്റ്ററെ വിശ്വാസി വിളിച്ചു സ്തോത്രം പ്രാർത്ഥിക്കാൻ. പാസ്റ്റർ, ഇവിടെ ചേട്ടനും കൊറോണ, എനിക്കും കൊറോണ, മൂത്ത മോനും കൊറോണ. അപ്പോൾ പലതും ചെത്തോണ്ടിരിക്കുന്ന സമയമാണ്. കൊറോണയെ പേടിച്ച പാസ്റ്റർ എന്ത് ചെയ്തു? വീട്ടിൽ പോയില്ല സിസ്റ്ററെ. കാരണം തമിഴ്നാട് ബാർഡർ കയറി വേണം പോവാൻ അങ്ങോട്ട്. ഇവരിരിക്കുന്ന കേരളത്തിൽ, വിശ്വാസി ഇരിക്കുന്ന തമിഴ്നാട്ടിൽ. സ്തോത്രം. അപ്പോൾ പോലീസ് അവിടെ ഉണ്ട്, വരാൻ പറ്റില്ല, ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഈ വീട്ടുകാർ പാസ്റ്റർക്ക് ഒരു കോണ്ടാക്റ്റ് ഇല്ല. കൊറോണ കഴിഞ്ഞ് പള്ളി തുറന്നപ്പം പാസ്റ്റർ വിളിക്കുമ്പോൾ എടുക്കും, പ്രാർത്ഥിക്കും, അങ്ങ് വയ്ക്കും. അവസാനം കൊറോണ മാറി സഭ തുറന്നപ്പോൾ ആളിനെ കാണാനില്ല. എന്തെന്ന് കേട്ടാൽ കൊറോണ ആയിട്ട് കിടന്നപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വന്നില്ല. അങ്ങനെയുള്ള പാസ്റ്റർ പള്ളിയിൽ ഇനി നമ്മൾ പോകൂല.
ഹല്ലേലൂയ. എന്നാൽ തിരിച്ച് ചിന്തിക്കാം, ഈ പാസ്റ്ററും കുടുംബവും കൊറോണയിൽ കടന്നാൽ നമ്മൾ ആരെങ്കിലും അങ്ങ് ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പോവോ? പോയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും പേടിച്ച് മടുത്തു പോയിരുന്നവരെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ദൈവദാസന്മാരെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് വലുതായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരേ ഉള്ളൂ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം ദൈവജനം, ദൈവത്തിൻ്റെ ആത്മാവിടെ പറയുന്നു, ദൈവാലയ കർമ്മങ്ങൾ ചെയ്യുന്നവൻ ദൈവാലയം കൊണ്ട് ഉപജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയോസിസിലെ സാലറി ഇല്ല. ദൈവനാമത്തിൽ വരുന്ന നന്മയാണ് ദൈവഭക്തന്മാർക്കുള്ളത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഭക്തന്മാർ അതിൽ കരം വെച്ച് സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ അത് ഏൽപ്പിച്ച കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് 1000 മടങ്ങ് നന്മകൾ നൽകി പോഷിപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. കാരണം അത് ദൈവത്തിന്റെ ആത്മ നിയമിച്ചതാണ്. ആമേൻ, സ്തോത്രം. ദൈവം ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതാണ്. ആമേൻ. പുരോഹിതന്മാർക്ക്, ഹല്ലേലൂയ, ലേവി ഗോത്രത്തിന് മറ്റെല്ലാ ഗോത്രങ്ങളും ദശാംശവും വഴിപാട് ദൈവാലയത്തിൽ കൊണ്ടുവരണം. അത് ലേവി ഗോത്രത്തിനുള്ളതാ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ആമേൻ, സ്തോത്രം. ആത്മാവിന്റെ ബലം ധരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കപ്പെടുമ്പോൾ ഇന്ന് രാത്രി ആ പുതുക്കപ്പെട്ട ദൈവകൃപയുടെ ആഴങ്ങൾ പ്രാപിപ്പാൻ, ആമേൻ, സ്തോത്രം, ദൈവാത്മ പറഞ്ഞിരിക്കുന്ന കടപ്പാടുകൾ ചെയ്ത് ജീവിപ്പാൻ, പുത്തൻ ദൈവകൃപ പ്രാപിച്ചു മുന്നേറുവാൻ ആത്മാവ് നമ്മുടെ അനുസരണത്തിലൂടെ വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. അനുസരിക്കുന്നത് യാഗത്തേക്കാൾ, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകൾ മേധസ്സിനേക്കാൾ നല്ലത്. ദൈവശബ്ദം എത്രത്തോളം അനുസരിക്കുമോ അത്രത്തോളം ദൈവത്തിന് വിടുതൽ നൽകുവാൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ. പലരും പറയാറുണ്ട്, ഇത്ര വർഷം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, മറുപടിയില്ല. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ശബ്ദം അനുസരിച്ചില്ല എങ്കിൽ ആമേൻ, സ്തോത്രം, ദൈവിക വിടുതൽ കാണുവാൻ കഴിയുന്നതല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ ദൈവ ശബ്ദം അനുസരിക്കുന്നു എങ്കിൽ അനുസരിക്കുന്നവർക്ക് അനുഗ്രഹം പ്രാപിപ്പിക്കുവാൻ ദൈവം സമ്പന്നനായി നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ഇവിടെ വായിച്ച കുറിവാക്യത്തിൽ ദൈവവചനം പറയുന്നു, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. എവിടെയാണ് നിൽക്കുന്നത്? ആമേൻ, സ്തോത്രം. മരുഭൂമിയിൽ, വനാന്തരത്തിൽ ശോധനയ്ക്ക് വേണ്ടി ദൈവം അവിടെ കയറ്റി. ഹല്ലേലൂയ. അവിടെ ആമേൻ, സ്തോത്രം, ഉപവാസം കഴിഞ്ഞ് സ്വർഗത്തിലെ ദൈവം ആമേൻ 40 ദിവസം അവനെ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. ഉപവാസം തീർന്ന അടുത്ത ദിവസത്തിൽ യേശുവിന് വിശന്നു. ആമേൻ, സ്തോത്രം. നമ്മെ പോലെ അവിടെ സഹകരിപ്പാൻ ദൈവത്തിന് ആരുമില്ല. ദൂതന്മാരാ സൽക്കരിച്ചു കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഈ സമയത്ത് ദൂതന്മാരുടെ സൽക്കാരം കഴിഞ്ഞ് ആമേൻ, സ്തോത്രം, ദൈവസന്നിധാനത്തിൽ ആനന്ദത്തോടെ നിൽക്കുന്ന പുത്രനായ ക്രിസ്തുവിന്റെ മുൻപിൽ ഹല്ലേലൂയ പാമ്പ് വശീകരണമായി കടന്നു വരികയാ. തന്നോട് പറയുന്നുണ്ട്, ഈ കല്ല് അപ്പമാകുവാൻ കൽപ്പിക്ക്. ആമേൻ, സ്തോത്രം, അതിനെ ഒന്ന് അപ്പമാക്കി തിന്ന്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അപ്പോ നമുക്ക് അതുവരെയും കിട്ടാത്ത ചിലതിനെ കണ്ണിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി പിശാച് ചില പ്രശംസകൾ പറയും, പുകഴും. ആമേൻ, സ്തോത്രം. ഇതിന്റെ മുൻപിൽ ഇപ്പൊ കാണിച്ചു തരാമെന്ന് നിൽക്കരുത്. ശാന്തതയുള്ളവർ ഭൂമിയെ കൈവശത്താക്കും. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം വാത്സല്യ ദൈവ പൈതൽ ഓർക്കണം. ആമേൻ, സ്തോത്രം. യേശു കർത്താവ് ഹല്ലേലൂയ അപ്പമായി തിന്നുവാനല്ല അവിടെ നിന്നത്, പിശാചിന്റെ തന്ത്രത്തെ എതിർത്ത് നിൽക്കുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ പ്രതിസന്ധികൾ കടത്തിവിട്ട് ഉപവാസം തീരുമാനിക്കുമ്പോഴായിരിക്കാം പല പ്രശ്നങ്ങൾ കടത്തിവിടുന്നത്. ഒന്നുകിൽ ഉപവസിപ്പാൻ കഴിയാതെ ബലഹീനരാക്കും, ഇല്ല എങ്കിൽ വേറെ ഏതെങ്കിലും യാത്രകൾ കൊണ്ടുവന്നിട്ട് ആരാധനയ്ക്ക് പോകുവാൻ കഴിയാതെ യാത്ര വന്നാൽ പിന്നെ എന്തായാലും ഇന്ന് യാത്ര ചെയ്യുമ്പോൾ ഉപവസിക്കേണ്ട, അടുത്ത ദിവസം ആകട്ടെ എന്ന് പറഞ്ഞ് അന്നത്തെ ഉപവാസത്തെ കട്ടിയിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അവിടെ പറയുന്നുണ്ട്, ഒന്നാമത് ആഹാരത്തിൽ ശോധന ചെയ്തു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ ദാസനായ ദാനിയേലിനെ അടിമത്വത്തിൽ പിടിച്ചുകൊണ്ട് രാജാവിന്റെ അടുക്കൽ കൊണ്ടുവരിക. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ അവരെ 4 യൗവനക്കാരെ പിടിച്ചു കൊണ്ടുവന്നു. ഒന്നാമത് അവരുടെ ഭക്ഷണപാനീയത്തിൽ മാറ്റം വരുത്തുവാൻ നിന്നു. ഹല്ലേലൂയ. എന്നാൽ കൃപയുള്ള ദാനിയേൽ പറയുന്നുണ്ട്, ആമേൻ, രാജഭോജനം കൊണ്ട് ഞാൻ
എന്നെ തന്നെ അശുദ്ധിപ്പെടുത്തുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ആമേൻ, ആത്മീക വിശ്വാസികളെ, ഭക്ഷണത്തിലൂടെ പിശാച് പോരാടും. ഹല്ലേലൂയ. ഭക്ഷണത്തിലൂടെ പിശാച് പോരാടും. ഹല്ലേലൂയ. ഭക്ഷണത്തിലൂടെ പിശാച് പോരാടും. ആമേൻ, സ്തോത്രം. അതിൻ്റെ ഒന്നാമത്തെ ഒരു സാക്ഷിയാണ്, ആമേൻ, സ്തോത്രം, ആദാമിൻ്റെ, ഹല്ലേലൂയ, ഹവ്വയുടെ മുമ്പിൽ, ആമേൻ, സ്തോത്രം, പിശാച് ഭക്ഷണത്തിലൂടെയാണ് പോരാടിയത്. എന്തിന്? അവൻ്റെ ദൈവ തേജസ് നഷ്ടമാക്കുവാൻ. ഹല്ലേലൂയ. പക്ഷേ സ്തോത്രം, പല ദിവസം ആമേൻ, എൻ്റെ ആത്മാവിൽ തോന്നുന്നത് ഒറ്റ ദിവസമല്ല ഹന്നയെ വഞ്ചിച്ചത്. ആമേൻ, പല ദിവസം മുഷിങ്ങി കാണും. യോസഫിനെ പല ദിവസം പോത്തിഫാറിന്റെ ഭാര്യയെ കണ്ണുവെച്ചു. ആമേൻ, സ്തോത്രം. പക്ഷേ ഇവിടെ കാണുന്നത് ഭക്ഷണ പാനീയത്തിലൂടെ വഞ്ചിക്കുവാൻ, ആമേൻ, സ്തോത്രം, പിശാച് പല ദിവസം ഹവ്വയെ വഞ്ചിക്കുവാൻ നോക്കി. അവൾ ഒരു ദിവസം വീണുപോയി. ആമേൻ, പെന്തക്കോസ്ത് വിശ്വാസിയെ പല ദിവസം പിശാച് നമ്മെ പോരാട് വീണു പോകുവാനിടയാകരുത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ട പെന്തക്കോസ്ത് ഗോളങ്ങൾ വീണു പോകുന്ന അനുഭവമാണ്. ഹല്ലേലൂയ. ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട്, ആമേൻ, സ്തോത്രം, വിശദീകരണവും നടിക്കുന്നവർ. കഴിഞ്ഞ ദിവസത്തെ, ഹല്ലേലൂയ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പോയ ശുശ്രൂഷ ചെയ്ത ഒരു സ്ഥലത്ത്, ആമേൻ, സ്തോത്രം, ഒരു മോൻ്റെ കല്യാണക്കാര്യം ദൈവാലോചന പറഞ്ഞിട്ട് വന്നു. അതുപോലെ ദൈവം അവിടെ ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോ കാണിച്ചു തന്നപ്പോൾ ലോക ജാതികൾ തോറ്റുപോകും. ഇവിടെ നിന്ന് ഇങ്ങ് വരെ മൈലാഞ്ചി അടിച്ച്, ആമേൻ, സ്തോത്രം, 2 പൂമാലയും ഇട്ട്, ഹല്ലേലൂയ, സ്തോത്രം, പെന്തക്കോസ്ത് കോളത്തിനകത്തുനിന്ന് പൂമാല കൊണ്ട് നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഒരു വേർപാടില്ല. ആമേൻ, പെന്തക്കോസ്ത് വിശ്വാസികളെ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഒരു വേർപാടുള്ളതായി തീരട്ടെ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ലോകത്തിന് ഇംഗിതങ്ങളിലൂടെ ആത്മനിയോഗങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ആമേൻ, സ്തോത്രം, വേർപാടനുഷ്ഠിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ദാനിയേലിൻ്റെ ജീവിതത്തിൽ ആഹാര പദാർത്ഥത്തിലൂടെ, ആമേൻ, സ്തോത്രം, മാറ്റം വരുത്തുവാൻ തുടങ്ങുമ്പോൾ കൃപയുള്ളവൻ പറയുകയാ, ഈ രാജഭോജനം കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധിപ്പെടുത്തുകയില്ല. നമുക്ക് എത്ര പേർക്ക് പേടിക്കാതെ പറയാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് പേടിക്കാതെ പറയും? സ്തോത്രം. അവരെന്ത് ചെയ്യുന്നു അതുപോലെ ഞങ്ങളും ചെയ്യും. ഇതാണ് ഇന്നത്തെ തിയറി. പക്ഷേ ദാനിയേൽ പറഞ്ഞു, ഭക്ഷണം കൊണ്ടുപോലും തന്നെ അശുദ്ധി വരുത്തുവാൻ ഇടം കൊടുക്കുന്നില്ല. അതാണ് ജീവിതം. അറിയാനൊക്കെ വല്ലല്ലോ. അതാണ് ജീവിതം. ആഹാരം കൊണ്ടുപോലും തന്നെ അശുദ്ധിപ്പെടുത്തുവാൻ അനുവദിക്കുന്നില്ല. 2 സംഖ്യാപുസ്തകം 25-ാം അധ്യായം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം ബാൽ ബേയരോടിനോട് കൂടെ ചേർന്നു. അവർ വിഗ്രഹങ്ങൾക്ക് ബലിയിട്ട ആഹാരം ഭജിച്ചാരാധിച്ചു. അവിടെ അശുദ്ധിയും മ്ലേച്ഛതയും തുടങ്ങി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാ പറയുന്നു, ഭക്ഷണ പാനീയത്തിലൂടെ പിശാച് നിന്റെ വിശുദ്ധ ജീവിതത്തെ കെടുക്കുവാൻ നോക്കുമ്പോൾ അശുദ്ധിയിലായി പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന സാധനം വല്ല തൂക്കപ്പറയിൽ കയറി ഇറങ്ങിയതാണോ എന്ന് നോക്കണം. സ്തോത്രം. அவங்க கொண்டு வந்துனுங்க, அவங்க அன்பில் கொண்டு வந்தது. நம்ம അറിയാതെ എടുത്ത് വെച്ച് വിളുങ്ങുவோം. അത് ഇങ്ങ കിടന്ന് ഇങ്ങനെ ഇടന്ന് ഓടും. പിന്നെ പറയും, അയ്യോ എനിക്ക് കുറേ നാളാ വയറ്റ് വലി. പിന്നെ പാസ്റ്റർ വന്ന് തടവി പ്രാർത്ഥിച്ചാലും മാറില്ല. സ്തോത്രം. കാരണം ഹല്ലേലൂയ, വിഗ്രഹത്തിന് യാഗമർപ്പിച്ച ചിലത് വെട്ടി പങ്കുവയ്ക്കും. ഹല്ലേലൂയ. ആമേൻ. എന്തിനാണ് എടുത്ത ദൂത് വിട്ട് എവിടെയൊക്കെ പോകുന്നു എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ ജീവിതത്തെ കെടുക്കുവാൻ, ഹല്ലേലൂയ, ഭക്ഷണ പാനീയത്തിലൂടെ, ആമേൻ, സ്തോത്രം, അശുദ്ധി കയറി വരുവാൻ ഇടയാകാതെ വേണം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ കരുതുവാൻ, ഹല്ലേലൂയ, ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, യേശുവിൻ്റെ മുമ്പിൽ കല്ലിനെ അപ്പമാക്കുവാൻ കൽപ്പിച്ചു. പക്ഷേ യേശു എന്ത് ചെയ്തു? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ നിന്ന് പിശാചിനെ തുരത്തി. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് പറയുന്നുണ്ട്, എന്താ പറഞ്ഞത്? 5-ാം വാക്യം വായിക്കാം. ലൂക്കോസ് 4:5. ആ
ആ, പ്രൈസ് ദി ലോർഡ്. ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി നിമിഷ നേരം കൊണ്ടെല്ലാം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ. നമ്മളൊക്കെ ആണെങ്കിൽ പള്ളിയിൽ ആരാധിച്ചും പ്രാർത്ഥിച്ചും വർഷങ്ങളായാലേ ഒരു സൺഡേ ക്ലാസ് ടീച്ചറായിട്ടെങ്കിലും കിട്ടും, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ പിശാച് ഒരുത്തനെ വഞ്ചിക്കണമെങ്കിൽ പെട്ടെന്നായിട്ട് എന്ത് ചെയ്യും? സ്തോത്രം, ഹല്ലേലൂയ. പ്രൈമറി സ്കൂളിലെ ജോലിക്കായിരിക്കും കാത്തിരുന്നത്, ഹെഡ് മാസ്റ്റർ സ്ഥാനം കിട്ടി ഉടനെ എന്ത് വരും? അവനേക്കാളും നെഹളം ഉണ്ടാക്കുന്ന ഒറ്റ സാധനമാണ് പുകഴ്ച, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്തോത്രം, മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുക, ഹല്ലേലൂയ, പ്രശംസപ്പെടുത്തുക. തെളിച്ചും പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മെ പ്രശംസിച്ച് ഉയർത്തും. കൊള്ളാമേ, നീ മിടുക്കനാച്ചേ, സ്തോത്രം, ഇവളവ് വരെ എപ്പടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉയർത്തും. ஸ்தோத்திரம். சிஸ்டர் உங்கள் பிரசங்கம் சூப்பராக இருந்தது. ஆமாம் ஸ்தோத்திரம், நல்லா இருந்தது, அருமையாக இருந்ததுன்னு கேட்கும்போது നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? സ്തോത്രം, ഹല്ലേലൂയ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് നാഥൻ്റെ സന്നിധിയിൽ, പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് നാഥൻ്റെ സന്നിധിയിൽ, ആശ്രയിപ്പാൻ ഒരു നാമം ഉണ്ടെങ്കിൽ അത് യാഗല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് നാഥൻ്റെ സന്നിധിയിൽ. ഹല്ലേലൂയ. പുകഴുവാൻ നമുക്കൊരു സ്ഥലമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി അല്ലാതെ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മളാര് പുകഴ്ത്തുമോ അവരിൽ നിന്നായിരിക്കും നമുക്ക് ഓടാവ് വരുന്നത്. മനസ്സിലാകുന്നോ മലയാളം? നമ്മെ ആര് പുകഴ്ചയായി ഉയർത്തി കാണിക്കുമോ അവരിൽ നിന്നായിരിക്കും നമുക്ക് പിഴിഞ്ഞ് ചവരിയാക്കും അവർ. അങ്ങനെയുള്ള വേദന വരും. അതുകൊണ്ട് ആര് പുകഴ്ത്തിയാലും എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ. നമുക്കതിൽ പ്രശംസിപ്പാനൊന്നുമില്ല. ഹൃദയം കൊണ്ട് ഉടനെ പറയണം, യേശുപ്പാ സ്തോത്രം, സകല പുകഴും നിനക്കാണ്, ഞാനൊരു ചവിട്ടുമത്തയാണ്. എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ചവിട്ടുമത്തയായി മാറട്ടെന്ന്? എല്ലാവർക്കും സൗണ്ട് വന്നില്ലല്ലോ. ഒരു ചവിട്ടുമത്തയായി. ഹല്ലേലൂയ. ഈ നടയിലിട്ടിരിക്കുമല്ലോ, ഓടി വന്ന് ആദ്യം 2 കാലും കൊണ്ട് ഒരു നരക്ക്. എന്തിന്? കാലിലിരിക്കുന്ന ചെളി പള്ളിക്കകത്ത് വരണ്ട, നല്ല വെള്ള ടൈൽസ്. അതുകൊണ്ട് അങ്ങ് താഴെ ഇട്ടിരിക്കുന്നതിലൊന്ന് ഒരു നരക്കിയിട്ടേ വരും. ഹല്ലേലൂയ. അപ്പോൾ ചവിട്ടുമത്ത പറയും, എന്നെ ചവിട്ടാതെ, ചവിട്ടിയാലും കുഴപ്പമില്ല, ഒരു നരക്കും കൂടെ കൊടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ഹല്ലേലൂയ. ഈ ആളുടെ കാല് വൃത്തിയായി, പക്ഷേ അയാളാ സങ്കടപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു കാര്യം, എത്രത്തോളം ചവിട്ടുമത്തയാകുമോ ആമേൻ, നമ്മൾ ഉടയും തോറും മറ്റുള്ളവർ നന്നാക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മെ ദൈവം മുറുക്കും തോറും അനേകർക്ക് അത് പ്രയോജനമാകേണ്ടതിന് സർവശക്തനായ ദൈവം നമ്മെ മാനിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദേശത്തിലാകട്ടെ, സഭയിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, എവിടെ നിന്നെ ഒതുക്കിയോ, എവിടെ നിന്നെ ഉടച്ചു കാണുന്നുവോ, ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. ആമേൻ സ്തോത്രം. ആരെ മുമ്പിൽ ആ ദൈവം ആരൊക്കെ നിന്നെ ഉടച്ചുവോ അവരുടെ മുമ്പിൽ ദൈവം ശോഭയോടെ നിർത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ഉടയ്ക്കപ്പെടുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ വ്യസനിച്ചു പോകരുത്. അപ്പം ഒന്നാണ്, സ്തോത്രം ചൊല്ലി നുറുക്കി പലർക്കും ആമേൻ പിട്ടുകൊടുത്തു. എന്തിന്? യേശു കർത്താവ് ആമേൻ സ്തോത്രം അവൻ അല്ലെങ്കിൽ പലർക്കും വേണ്ടി നുറുങ്ങിയത് കൊണ്ടാ ഇന്ന് നമ്മൾ ക്ഷേമത്തോട് ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വാത്സല്യ ദൈവ പൈതലേ, നീ ദൈവനാമത്തിൽ നുറുങ്ങപ്പെടുമ്പോൾ അനേകർ നിന്നെ കൊണ്ട് ജീവിക്കുകയാ. അല്ലെങ്കിൽ ദൈവം നിന്റെ പുകഴ്ച വെളിപ്പെടുത്തേണ്ട സമയങ്ങളായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട്, ആമേൻ സ്തോത്രം, യേശുവിനെ മുകളിലോട്ട് കയറ്റി നിർത്തി ആമേൻ ഉയർത്തത്തക്ക ദൂരം ഉയർത്തിയിട്ട് അവിടെ പറയുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? ഈ ലോകത്തിൽ കാണുന്ന എല്ലാം നിനക്ക് തരാം. ഹല്ലേലൂയ. നീ എന്നെ ഒന്ന് വീണ് നമസ്കരിക്കുക, അതല്ലേ പറഞ്ഞത്? സ്തോത്രം, ഹല്ലേലൂയ. നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ
അതെല്ലാം നിൻ്റേതാകും. ഹല്ലേലൂയ. ഒരിക്കലും ഒരു സഹോദരിയോട് ഒരു പിശാച് വന്ന് എന്ന് പറഞ്ഞു, ഒരു മുറം നിറയെ ആഭരണവും കാണിച്ചിട്ട്, നീ എന്നെ ആഴ്ചയിൽ 2 ദിവസം വണങ്ങ്, 5 ദിവസം നീ യേശുവിനെ പ്രാർത്ഥിര്, നിനക്ക് ഞാൻ ഇതെല്ലാം തരാം. ഹല്ലേലൂയ. ബ്രാഹ്മണൻസ് തങ്ങിയിരുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ പട്ടാപ്പകൽ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ ഈ സഹോദരി പുറത്ത് പാത്രം കഴുകിക്കൊണ്ടിരുന്നു. അപ്പോഴാ പിശാച് വന്ന് എന്ന് പറയുന്നത്. പട്ട് സാരിയും എടുത്ത് ആ ഒരു വ്യക്തിയെ പോലെ അവരെ കണ്ണിൻ്റെ മുമ്പിൽ വന്നു. ആമേൻ, സ്തോത്രം. പെട്ടെന്ന് ഇവരെ മനസ്സിൽ തോന്നിയെന്ന് പിശാച് ഇത് വഞ്ചിക്കുന്നതാണ്. ഇത്രയും ആഭരണ മുറത്തിൽ എങ്ങനെ കൊണ്ടുവരും ആൾക്കാർ? അവർക്ക് ഉടനെ പിടികിട്ടി. ഉടനെ പോടാ പിശാച്, നിന്റെ ആഭരണം വേണ്ട, എനിക്ക് യേശു മതി എന്ന് പറഞ്ഞു. അത് അവിടെ നിന്നടത്തിന്നേ വാങ്ങിപ്പോയി. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാത്സല്യ ദൈവമക്കളെ, പിശാച് ഇങ്ങനെയുള്ളതൊക്കെ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവത്തിന് വേണ്ടി വിശ്വാസത്തോടെ നിൽക്കുന്ന ദൈവ പൈതൽ, ആമേൻ, സ്തോത്രം, ഒറ്റപ്പാടോടെ വളർന്നു വരില്ല. ദൈവത്തെ സേവിക്കുന്നവർക്ക് അന്നെന്നുള്ളത് ദൈവം തരും. ശലോമോൻ ജ്ഞാനി അതല്ലേ പറഞ്ഞത്, കർത്താവെ, ഞാൻ പിച്ചക്കാരനായിട്ട് അടുത്തവൻ്റെ വക മോഷ്ടിക്കാതിരിക്കേണ്ടതിനും അധിക ധനികനായിട്ട് ആമേൻ ദൈവത്തെ നിഗളിച്ച് മറക്കാതിരിക്കേണ്ടതിന് അന്നെന്നുള്ളത് ആരെയാനൊക്കെ അല്ലല്ലോ. കേട്ടിട്ടില്ലയോ? പ്രൈസ് ദി ലോർഡ്. ശലോമോൻ്റെ പ്രാർത്ഥനയാ, അന്നൊന്ന് വേണ്ടുന്നതൊക്കെ എനിക്ക് തരണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ച ശലോമോനെ ദൈവം ഉന്നതമായി അനുഗ്രഹിച്ചു. കാരണം ആരംഭത്തിലെ ശലോമോൻ്റെ എളിമ അങ്ങനെയായിരുന്നു. അവൻ്റെ താഴ്മയ്ക്കും അവൻ്റെ വിനയത്തിനും ദൈവം അവനെ ഉയർത്തി. പക്ഷേ ഉന്നതമേറുന്ന അനുഭവം വന്നപ്പോൾ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഭാര്യമാർ ഒരുപാട് പേര് വന്നു. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ഈ കാലഘട്ടത്തിൽ ഭാര്യയല്ല ഭർത്താവ് ഒരുപാട് വന്നില്ല എങ്കിലും കൂട്ടുകാർ ഒരുപാട് വരും. പെണ്ണെ അക്ക അറിഞ്ചിയാ എന്ന് കേട്ടോണ്ട് വരും. ആമേൻ, സ്തോത്രം. ഇതിങ്ങനെ അറിഞ്ചിയോ എന്ന് കേട്ടിട്ട് തുടങ്ങുമ്പോൾ ആമേൻ, സ്തോത്രം, പിന്നെ ദൈവത്തിൻ്റെ വചനപ്രകാരം കൂട്ടുകാർ കൂടുന്തോറും സംസാരം കൂടും, പാപം അതിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അങ്ങനെ ശലോമോൻ രാജാവിനെ, ആ വാക്യം ഒന്ന് വായിക്കാം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, നാളാഗമം, സ്തോത്രം, ഭാഗത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ആ ആ ഇത് എല്ലാ അപ്പന്മാരും അമ്മമാരും ശ്രദ്ധിക്കണം. നമ്മളിനി കല്യാണം ചെയ്യാൻ പോയില്ലെങ്കിലും നമ്മളെ മക്കൾക്ക് നോക്കുമ്പോൾ നോക്കി വേണം ചെയ്യാൻ. ഇന്നത്തെ അമ്മമാർക്ക് 2 കുണുക്കും ചിമിക്ക് മാറ്റാൻ മടിച്ച് ഇത് ഇട്ടോണ്ട് അങ്ങിരിക്കും. പിന്നെ മക്കൾക്ക് നോക്കും, എന്നെ ചെയ്യാ പാസ്, ആർസിയില വന്നു, അവളെ ഇഞ്ച കൊണ്ടുവന്ന് മുക്കലാന്ന് പറഞ്ഞ് അങ്ങ് മുങ്ങും. പിന്നെ അമ്മാവി അമ്മയും മരുമൊക്കെ കൂട്ടിരിപ്പായി എത്രയോ വീടുകളിൽ കാണുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവജനം രക്ഷിക്കപ്പെടാത്തടത്ത് ചെന്ന് എടുക്കരുത്. ഒരാമേനും വന്നില്ലല്ലോ ആർക്കും. ഇവിടെ ഇരിക്കണില്ലേ? കേട്ടോ മക്കളെ? പെണ്ണെട്ടാത്തവർ ശ്രദ്ധിച്ചോ? സ്തോത്രം, ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്തവരുടെ വീട്ടിലല്ല പെണ്ണ് കെട്ടാൻ പോകേണ്ടത്. നീ രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ കുടുംബവും, പെണ്ണെടുക്കുന്ന കുടുംബവും, അപ്പനമ്മമാർ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് അബ്രഹാം എലിയാസറിനെ പറഞ്ഞയക്കുമ്പോൾ തുടമയിൽ കൈവച്ച്, അന്നത്തെ കാലഘട്ടത്തിൽ സത്യമാ. സ്തോത്രം. ഇന്നത്തെ കാലം പോലെ നുണ പറയില്ല. അബ്രഹാമിൻ്റെ തുടയിൽ കൈവച്ചിട്ട് എലിയാസർ, അബ്രഹാം ആണയിടിപ്പിച്ചാ പറഞ്ഞു വിടുന്നത്, എൻ്റെ ദേശത്തിലും എൻ്റെ ചാർച്ചക്കാരുടെ ഇടത്തിലും ചെന്ന് എൻ്റെ മോന് പെണ്ണെടുത്തോണ്ട് വരണം. സ്തോത്രം, ഹല്ലേലൂയ. എലിയാസറിന് ആ നേരം തൊട്ട് തേളടിപ്പാണ്. യജമാനോട് പറഞ്ഞു പോയി, ഇനി അതുപോലെ ചെയ്തില്ലെങ്കിൽ പാപം നിൽക്കും. പാപം ഇന്ന് 100,000 നുണ പറഞ്ഞാലും പാപം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു കുടുംബത്തെ ഉടയ്ക്കാനേ നോക്കൂ ആൾക്കാർ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവരെ കൊന്നെങ്കിലും ഇവർ ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ലോകമാണ് ഇന്നത്തെ ലോകം. പക്ഷേ എലിയാസർ അങ്ങനെയല്ല. അബ്രഹാമിനോട് പറഞ്ഞ ഉടൻപടി നടത്തേണ്ടതിന് ആമേൻ, സ്തോത്രം, താൻ കരച്ചിലോടും ആമേൻ വിലാപത്തോടും ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുക. കർത്താവേ, എൻ്റെ യജമാനൻ ആഗ്രഹിച്ചതുപോലെ ഞാനിതാ പോകുന്നുണ്ട്. ആമേൻ, ഞാൻ കുടിപ്പാൻ കേൾക്കുമ്പോൾ എനിക്ക് വെള്ളം തരികയും എൻ്റെ യജമാനൻ്റെ
ഒട്ടകങ്ങൾക്ക് ഞാൻ ഒഴിച്ചു തരാമെന്ന് പറയുന്ന കുട്ടിയാണ് എൻ്റെ യജമാനൻ്റെ മകന് ഭാര്യയാകും. എൻ്റെ പൊന്നെ, അന്ന് വലിയ കിണറ്റിനകത്ത് കറങ്ങി കുടവും കൊണ്ട് ഇറങ്ങി മുങ്ങി കോരി എടുത്തോണ്ട് വന്ന് വീണ്ടും കൊണ്ടുപോയി. ഈ പെണ്ണ് കയറി വന്നപ്പോൾ എലിയാസർ കുടിക്കാൻ ചോദിച്ചു. പാവം കുട്ടി തിരിഞ്ഞ് ഇന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുടിച്ചിട്ട് പറയാ, നിൻ്റെ ഒട്ടകങ്ങൾക്കും ഇന്നത്തെ പെമ്പിള്ളാരെങ്കിൽ ചെയ്യുമോ? മക്കളെ പാസ് വന്നിരിക്കാർ ഒരു ടീ ഇട്, മിണ്ടാതിരിങ്ക, എനക്ക് വയ്യ, വേണമെങ്കിൽ ഇടുങ്ക. ഹല്ലേലൂയ. അങ്ങ് പിറകെ ഇരുന്ന് ചിരിക്കുന്ന ഒരാൾ കമന്നിരുന്ന് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മൂന്നാമത്തെ മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊരിക്കൽ എൻ്റെ ഒരു പാസ്റ്റർ, എന്നെ അറിയുന്ന ഒരു ദൈവദാസൻ, എന്നെ നോക്കി വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ല. അന്നത്തെ കാലത്ത് ഫോണൊന്നുമില്ല. സ്തോത്രം. അപ്പം ഈ കൊച്ചെന്ത് ചെയ്തെന്നറിയാമോ? ഓടിച്ചെന്ന് പസങ്ങളെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇവൻ ചായിട്ട് 6ലാണ് പഠിക്കുന്നത്. അതും ചെറുക്കനാണ്. സ്തോത്രം. അതുപോലെ ഉണ്ടായിരുന്നു ആള്. അന്ന് ആഹാരവും വെള്ളവും ഇല്ലാത്ത കാലം. ഇവൻ 3ലേറ്റ പഠിക്കണായിരിക്കും അല്ലേ? എത്രയിലാണ് പഠിക്കണേ? 6ലോ? മിടുക്കും കണ്ടോ. അപ്പം ഞാൻ പറഞ്ഞ തെറ്റായില്ലല്ലോ. അതൊരു പ്രവചനമല്ലേ നിനക്കും കൂടെ. മോനെ, ആ പാത്രം ഇങ്ങോട്ടോടെന്ന് പറഞ്ഞ് എനക്കും ചായ്യാന്ന് ഇങ്ങനെ ആട്ടി പോകരുത്, എടുത്തു കൊടുക്കണം. കൊടുക്കുവോ? മിടുക്കൻ. സ്വത്രം. അപ്പം ഈ 6ൽ പഠിക്കുന്ന ആള് ചായ ഇടുവോ മക്കൾ വീട്ടിൽ? കണ്ടോ, നാളെ ഒരു ചായ ഇട്ടുകൊണ്ട് വരണേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ദേവദാസൻ എന്നോട് പറയാണ്, അടുത്ത് ഞാനൊരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. നിങ്ങളുടെ കൊച്ചു മോനാണ് അവിടെ ഉണ്ടായിരുന്നത്, ജോഷുവ. എനിക്ക് ആദ്യം പാസ്റ്റങ്ങളെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അകത്ത് പോകുന്നേ കണ്ടു. ഞാൻ വിചാരിച്ചു ചുമ്മാ പോയി കാണുമെന്ന്. അടുത്ത് ചായയോടെയാണ് വന്നത്. വീട്ടിൽ കിടന്ന കുറേ മിച്ചർ പൊടികളും ബിസ്ക്കറ്റും ഒക്കെ തട്ടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. നോക്കണം, ആ ദൈവദാസൻ കുറേയൊക്കെ സന്തോഷത്തോടെ സംസാരിച്ചു. മക്കളെ നല്ല ശീലമാണല്ലോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ഞാൻ വരുന്നവർക്ക് ചായ ഇട്ട് കൊടു മക്കളെ എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ കുട്ടികൾ അറിഞ്ഞ് ചെയ്തു കൊടുത്തു. വിശക്കുന്നവർക്ക് വിശപ്പുള്ളവൻ്റെ വിശപ്പറിയും അല്ലേ? ഇവർ വിശന്ന് വളർന്നവരായതുകൊണ്ട് വന്ന ആളിന് വിശപ്പ് കാണുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഉള്ളതിന് കൊടുത്ത് സഹായിച്ചത്. ഹല്ലേലൂയ. ബിരിയാണി കൊടുക്കാനില്ലെങ്കിലും ഉള്ളത് മതി. നല്ല മനസ്സോടെ മുറുമുറുക്കാതെ കൊടുക്കണം നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ദൈവഭക്തന്മാരെ സൽക്കരിക്കുന്നതിൽ ആമേൻ അനുഗ്രഹമേ ഉണ്ടാകുകയല്ലാതെ വേറൊരു നഷ്ടം വരില്ല. ഈ കുട്ടിയെ നോക്കണമേ, യജമാനൻ്റെ മുൻപിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പറയുന്നു, നിന്റെ ഒട്ടകങ്ങൾക്കും. നമ്മുടെ ആട് കുടിക്കും പോലെ ഇത്ര ഉള്ള പാത്രം നിറയല്ല ഒട്ടകം വെള്ളം കുടിക്കുന്നത്. ഒട്ടകം വെള്ളം കുടിക്കുന്ന 40 ദിവസത്തേക്ക് ചേർത്ത് വയ്ക്കുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇത് മരുഭൂമിക്കകത്ത് കിടന്നാലും മാസങ്ങളോളം വെള്ളം കുടിക്കാതെ നടക്കും. കാരണം ഇതിൻ്റെ ഒരു സ്തോത്രം സഞ്ചിക്കകത്ത് വെള്ളം ഇത് ശേഖരിച്ചു വെച്ചിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു പെൺകൊച്ച് ആ വെള്ളം ഒട്ടകത്തിനും കൊടുത്തു തീർന്നപ്പോൾ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്. യജമാനനെ വൈകുന്നേരം അണയാൻ എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ട്, ഒട്ടകങ്ങൾക്ക് തീനുമുണ്ട്. വീട്ടുകാരെ ശ്രദ്ധിക്കണം. ഇനി വീട്ടുകാരെ ശ്രദ്ധിക്കണം. അവിടെ ഇവനെയും കൊണ്ട് ഒട്ടകത്തെയും കൊണ്ട് അവിടെ പോയപ്പോൾ നമ്മളാണെങ്കിൽ ചോദിക്കില്ല, ഇതാര് വേണേ, ഇവ ആര് വേണേ അല്ലേ? ചോദിക്കുമല്ലയോ? അറിയാത്ത ഒരു പെൺകൊച്ച് ഒരു കിളവനെയും കൊണ്ടുവന്നാൽ ചോദിക്കും. സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകർത്താക്കൾ മക്കളെ വിശ്വസിക്കത്തക്ക നിലയിൽ സാക്ഷ്യമുള്ള മോളായിരുന്നത് അല്ലേ? അതുകൊണ്ടല്ലേ അപ്പനും അമ്മയ്ക്കും പിള്ളയെക്കുറിച്ച് സംശയം വരാത്ത. ഇന്നത്തെ രക്ഷകർത്താക്കൾക്ക് മക്കളെ പേടിയാണ്. ഹല്ലേലൂയ. അന്ന് ഒട്ടകത്ത് മാട് മേയ്ക്കാനായിട്ട് പെമ്മക്കളാ പോയിരുന്നത്. അപ്പനമ്മമാർക്ക് ഭയമില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ പെമ്മക്കളെ പുറത്തു വിട്ടിട്ട് പേടിച്ചുകൊണ്ടിരിക്കുക. പെമ്മക്കളെ മാത്രമല്ല, ആ മക്കളെ അങ്ങനെ തന്നെ. ഹല്ലേലൂയ. പേടിയാ. കാരണം വല്ല വഴിയിലും പോകുന്നുവോ, എവിടെ ചെന്ന് ഒതുങ്ങുന്നുവോ, ഏതോ ബസ് സ്റ്റാൻഡിൽ ഒതുങ്ങിയിരിക്കുന്നുവോ. ഹല്ലേലൂയ.
ആമേ സ്തോത്രം പലയിടത്തും കാണുന്നുണ്ട്. ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ആമേ സ്തോത്രം ഒതുങ്ങിയിരുന്ന് കാലാട്ടി മൊബൈൽ കളിച്ച് പിന്നെ ഒരു നേരം ആവുമ്പോഴേ എഴിച്ചു വരൂ. അപ്പനമ്മ വിചാരിക്കുന്ന പിള്ള പഠിക്കാൻ പോയെന്ന്. ആമേ സ്തോത്രം വഴിയിലായി ഇവരെ പഠിത്തം വേണ്ടാത്തവരുമായിട്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ റബേക്കയെ വിശ്വസിക്കുന്ന രക്ഷകർത്താക്കൾ അടുത്ത ദിവസത്തിൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ പുരുഷന്, നീ ഈ പുരുഷനോട് പോകുന്നുവോ? സ്തോത്രം. തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പുരുഷൻ ഉയരമുണ്ടോ, പഠിത്തമുണ്ടോ, കറുപ്പനാണോ, വെളുപ്പനാണോ, അവിടെ എന്താണ് പണി, ഏത് സ്റ്റൈലാണ് അവൾ കണ്ടില്ല. പക്ഷെ രക്ഷകർത്താക്കളുടെ വാക്കിൻ്റെ മുമ്പിൽ അവൾ അനുസരിച്ച് കടന്നു പോകുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നു, റബേക്കാൾ വെളിപ്പാടുള്ളവളായിരുന്നിരിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ സ്തോത്രം, നമ്മുടെ വീട്ടിനകത്ത് കടന്നു വരുന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയുവാൻ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, വെളിപ്പാടുള്ളവരായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ റബേക്ക തൻ്റെ വീട്ടിനകത്ത് കയറി വന്ന എലിയാസറിനെ ആത്മവിവേചനത്താൽ കണ്ടറിയുവാൻ അവൾ വെളിപ്പാടുള്ളവളായിരുന്നില്ല എങ്കിൽ ആമേൻ തനിക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ആമേൻ സ്തോത്രം ആ വരനെ കുറിച്ച് നല്ല അറിവുള്ളത് കൊണ്ട് അവൾക്ക് പോകുവാൻ മനസ്സാകുന്നതെന്ന് എൻ്റെ ഹൃദയത്തിലെ ചിന്ത. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരോട് ദൈവാത്മ പറയുന്നത്, ആത്മീകരാകുന്ന ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട കുടുംബവുമായുള്ള ഭാവി ബന്ധത്തിൽ ഒരുങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവവചനം പറയുന്നുണ്ട്, ഈ ലോകത്തിൽ സകലതും ആമേൻ കാണിച്ചു കൊടുത്തിട്ട് പിശാച് പറയുന്നുണ്ട്, എന്നെ ഒന്ന് വീണ് നമസ്കരിക്കൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ലോകത്തിൽ എന്തൊക്കെ ധനങ്ങൾ വന്നാലും ആമേൻ സ്തോത്രം, ക്രിസ്തുവിലൂടെ അല്ലാതെ പുകഴുവാനിടയാകരുത്. ഹല്ലേലൂയ. ലോകത്തിൽ പല പുകഴ്ചകളും തന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അന്യപ്പെടുത്തുവാൻ പിശാച് നോട്ടമിടും. ഒന്നുമില്ലായ്മയുടെ നടുവിൽ യേശുപ്പാ തരുവോന്ന് ചോദിക്കും. എല്ലാം വന്നു കഴിയുമ്പോൾ ഇന്ന് കൂട്ടത്തേക്ക് പോകണമാ എന്നുള്ള ചിന്ത വരും. ഹല്ലേലൂയ. പക്ഷേ ആദ്യത്തേക്കാൾ അന്ത്യം നന്നായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകക്കാരനോട് ദൈവാത്മ പറഞ്ഞത്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറവ് നിന്നിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വാത്സല്യ ദൈവ പൈതലേ, ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോകാതെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഉത്തമമായി നിൽക്കേണ്ടതിന് നമ്മുടെ ജീവിതം യഥാർത്ഥമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട്, ആമേൻ സ്തോത്രം, ഉയർച്ചയുടെ മുമ്പിലും യേശു വീണുപോയില്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മൂന്നാമത് അവിടെ പറയുന്നത്, ആമേൻ സ്തോത്രം, യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പിശാച് നമ്മളെ ചില സാഹചര്യങ്ങളിൽ ആമേൻ സ്തോത്രം, നിനക്ക് കൃപ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ വാക്കിൻ്റെ മുൻപിൽ നാം ഒതുങ്ങിപ്പോകരുത്. അത് ശുശ്രൂഷകരായാലും വിശ്വാസികളായാലും ഒരു മനുഷ്യൻ്റെ വാക്കിൽ. ഈ ഇടയ്ക്ക് ഒരു സഭയിൽ പോയപ്പോൾ ആമേൻ സ്തോത്രം, പാട്ടിന് അവിടെ മത്സരം, പാട്ടിന്. അപ്പോൾ ഒരു ബാച്ചിന് മറ്റേ ബാച്ച് എതിരാണ്. അവർക്ക് ഇടയിൽ നിന്ന് ചിലർ സംസാരിക്കാനുണ്ട്. ആ ഇടയിൽ നിന്ന് സംസാരിക്കുന്നവരുടെ വാക്കിൻ്റെ മുമ്പിൽ ഇവർ കുടുങ്ങിപ്പോകുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവപ്രസാദമല്ല അവിടെ വെളിപ്പെടുന്നത്, പിശാചിൻ്റെ പദ്ധതിയാണ് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ദൈവസഭയെ കലക്കേണ്ടതിന് പിശാച് തന്ത്രമായി പോരാടും. സഭ എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം, അതൊരു കുട്ടി സ്വർഗമാകട്ടോ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആശ്വാസത്തിനും സമാധാനത്തിനും നന്മയ്ക്കും വന്നുകൂടുന്ന സ്ഥലം. ഹല്ലേലൂയ. വീട്ടിൽ ഉറക്കമില്ലാത്ത അമ്മച്ചിയും ഇവിടെ പാട്ട് കേൾക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങും സൂപ്പറായിട്ട്. കാരണം ഇവിടെ വരുമ്പോഴാണ് സമാധാനമുള്ളത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്നലെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മ പറഞ്ഞു, നിനക്ക് വീട്ടിനകത്ത് സ്വസ്ഥതയില്ല, നിനക്ക് ഇതിനകത്ത് വരുമ്പോഴാണ് നിനക്ക് സമാധാനമുള്ളത്. വീണ്ടും ഇവിടം വിട്ടു പോകുമ്പോൾ വീട്ടിൽ പോകണമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ നിനക്ക് സ്വസ്ഥതയില്ല. 18 വർഷം മുമ്പ് നീ മരിക്കാൻ ഓടിയ വ്യക്തിയാണ്. ആമേൻ സ്തോത്രം. പക്ഷേ ദൈവത്തിന് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ദൈവം നിന്നെ വിടിവിച്ചത്. അതുകൊണ്ട് വിഗ്രഹാരാധന വിട്ട് സർവശക്തനായ ദൈവത്തിലേക്ക് തിരിയുക എന്ന് പറഞ്ഞു. പ്രാർത്ഥനയെല്ലാം തീർന്നിട്ട് പറയുക, 18 വർഷമാകുത് മണ്ണെണ്ണ എടുത്ത് തലയില ഊത്തി തീ കൊളുത്തപ്പോനെ
அன்னைக்கு யாரோ வந்து என்னை தப்பிச்சாங்க. அல்லேலூയ. അപ്പോൾ മരിക്കാൻ പോയതിന് ദൈവം ജീവനോടെ വെച്ചിരിക്കുന്ന എന്തിനെന്ന് അറിയാമോ? ആമേൻ, ജീവനുള്ള ദൈവത്തെ ശരിക്കും രുചിച്ചറിയാൻ. ഹല്ലേലൂയ. നമ്മളൊക്കെ ഇരിക്കുന്ന എന്തിനെന്നറിയാമോ? ആമേൻ, സ്തോത്രം. നമ്മുടെ ഒപ്പം പഠിച്ചവരും നടന്നവരും ആമേൻ അയൽവക്കത്തുകാരൻ പലരും മരിച്ചു പോയപ്പോൾ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ പ്രശംസയ്ക്കായിട്ടല്ല, യേശുവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ വേണ്ടിയിട്ടാ. ഇന്ന് രാത്രി ദൈവാത്മ ചോദിക്കുന്നു, നിന്റെ വാക്കുകൊണ്ട് നിന്റെ പ്രവൃത്തി കൊണ്ട് എത്ര പേരാ രക്ഷിക്കപ്പെടേണ്ടതിന് നീ ഒരു മുഖാന്തരം ഒരുക്കിയത് ഒന്ന് പരിശോധന ചെയ്യുവാൻ ദൈവാത്മ പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. നാം ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്ക്, അനേകരെ രക്ഷയിലേക്ക് വഴി നടത്തുവാനാ. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നത്, ജീവൻ തന്ന ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് വർണ്ണിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അയൽവക്കത്ത് ബന്ധുക്കളിൽ രക്ഷിക്കപ്പെടാത്തവർക്ക് രക്ഷയിലേക്ക് കടന്നു വരേണ്ടതിന് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അവിടെ പറയുന്നുണ്ട്, ആമേൻ, സ്തോത്രം. യേശു കർത്താവ് ചാടി കാണിച്ചില്ല, എനക്ക് കൃപ ഉണ്ടെന്ന് പറഞ്ഞില്ല. യേശു കർത്താവ് ലോകരക്ഷിതാവ്, മരണം വരെ ജയിച്ച് ആമേൻ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നവന്. ഹല്ലേലൂയ. ഇത്രയ്ക്കും അധികാരമുള്ള യേശു പിശാചിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല, അവിടം വിട്ടു വിലകി. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് വിശ്വാസികളാകെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, നമ്മെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, അവമാനിക്കുന്ന, ആമേൻ, നമ്മെ പുകഴ്ത്തുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ഒരുപാട് നമ്മെ ദുഃഖിപ്പിക്കുന്ന ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ നടുവിൽ നാം വീണ് കൊടുക്കുകയല്ല, അതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെടണം. ഹലോ, എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഞാൻ ഇന്ന് ഈ പ്രസംഗിക്കാൻ വന്നതല്ല, ദൈവാത്മാവ് അങ്ങോട്ട് എന്നെ തിരിച്ചു വിട്ടതാ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണം, ഞാൻ വരുന്ന വഴിയിലെ ദൈവാത്മ ഈ വാക്യം എന്നെ ഉദ്ധരിപ്പിച്ചത് കൊണ്ട് ആ ഭാഗത്ത് എടുത്തത് എവിടെയൊക്കെ ദൈവാത്മ വെട്ടിപ്പൊളിച്ചുകൊണ്ട് വരികയാണ്. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണം, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവ പൈതലേ, ആമേൻ, സ്തോത്രം, ഞാൻ ദൈവകൃപയുള്ള ആളാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട അവരുടെ മുമ്പിൽ എത്രത്തോളം ഒതുങ്ങി, ആമേൻ, സ്തോത്രം, ദൈവസന്നിധാനത്തിൽ ഏൽപ്പിക്കുമോ അത്രത്തോളം ദൈവം നിന്റെ പേര് വലുതാക്കും. ഹല്ലേലൂയ. അപ്പോ ഈ ശോധന കഴിഞ്ഞപ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. കണ്ടോ? 3 ഘട്ടം പരിശോധിച്ചു. അവസാനം പിശാചിന് ജയമില്ലെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ചില കാലം ഇപ്പം നമ്മൾ ചിലത് ജയിച്ചാലേ മറ്റും പിന്നെ നമ്മളെ തൊടാതിരിക്കും. ചില കാലം പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അടുക്കി വന്നില്ലേ? നമ്മളാണെങ്കിൽ ഒന്ന് കഴിഞ്ഞ് അടുത്തത് വരുമ്പോൾ പറയും, ഞാൻ പാസ്റ്റർ ആണ്ടവർ ഇപ്പിടി എന്നെ ചോദിക്കാരെന്ന് ചോദിക്കില്ലേ? ഹല്ലേലൂയ. പക്ഷേ 3 എണ്ണം അടുക്കി വന്നിട്ടും യേശു കർത്താവ് അവിടെ ജയിച്ചതല്ലാതെ പരാതി പറഞ്ഞിട്ടില്ല. ആത്മീക ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. എത്തனை துன்பம் துயரம் வந்தும் பக்தனை தேற்றிடும் ஔஷதம். எத்தனை துயரம் துன்பம் வந்தும் பக்தனை தேற்றிடும் ഔഷധം. ഹല്ലേലൂയ. എത്തனை തുയരം. സ്തോത്രം. ഈ പാട്ടെഴുതിയ ആൻറ്റി ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. സ്തോത്രം. പാട്ട് ഇന്നും ജീവനോടെ ഉണ്ട്. അന്ന് കൃപയ്ക്കകത്ത് നിന്നവർ എഴുതിയ പാട്ട്. ഇന്നത്തെ പോലെ സിനിമാശാലയ്ക്കകത്ത് ചെന്ന് ട്യൂൺ പിടിച്ചിട്ട് വരുന്ന പാട്ടല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എത്തனை തുയരം തുன்பം വന്നും ഭക്തനെ തേറ്റിടും ഔഷധം ഇത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ സകലതും നിറവേറി കഴിഞ്ഞപ്പോൾ പിശാച് എന്ത് ചെയ്തു? സ്തോത്രം. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ശ്രദ്ധിക്കുക, എന്നും നിനക്ക് ശോധനയില്ല. ഹല്ലേലൂയ. എത്ര ശോധന വന്നാലും, ആമേൻ, ഏതൊക്കെ വന്നാലും ഓർത്തുകൊള്ളണം, എന്നും ശോധനയല്ല. ദൈവം ലോകത്തിൻ്റെ മുൻപിൽ ജയിച്ച ജയമായി നമ്മോടുള്ളപ്പോൾ അവൻ്റെ ജയം നമ്മെ വിടിവിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്ര. ശോധനയെ ജയിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇനിയാണ് നമ്മൾ വായിച്ച കുറിവാക്യം തുടങ്ങുന്നത്. ഹല്ലേലൂയ. അവിടെ എന്താ പറയുന്ന വായിക്കാം? 14-ാം വാക്യം. ശ്രദ്ധിക്കുക.
ശോധന ഇത്രയും വന്നിട്ടും ആത്മാവിൻ്റെ ബലം കുറഞ്ഞിട്ടില്ല. നമ്മളാണെങ്കിലോ വീട്ടിനകത്ത് ഭാര്യ ഭർത്താവ് ഒരു പ്രശ്നം വന്നാൽ അന്ന് ചോറ് വയ്ക്കില്ല, സ്തോത്രം, വെള്ളം എടുത്ത് കയ്യിൽ കുടിക്കാൻ കൊടുക്കില്ല. പെണ്ണെ എന്നാൽ ചോറ് വരച്ച് വേണമെങ്കിൽ എടുത്ത് തിന്ന ചൊല്ല്. അങ്ങനെ പറയാത്ത അമ്മമാരൊരു അല്ലിലെ പറഞ്ഞാട്ടെ, ആരെയൊക്കെ അല്ല. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിണക്കം സാത്താൻ്റെ വകയാണ്, സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ വക. ഹല്ലേലൂയ. ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പുള്ളിക്കാരൻ ജീവിച്ചിരുന്ന കാലത്ത് പുള്ളി നല്ല ദേഷ്യം പിടിക്കുന്ന ആളാണ്. എങ്കിലും തിന്നാതെ ഞാൻ കിടന്നിട്ടുമില്ല, എടുത്ത് കൊടുക്കാതെ ഇരുന്നിട്ടുമില്ല. ഹല്ലേലൂയ. അവിടെ പിണക്കം ഉണ്ടെങ്കിലേ സ്നേഹം കൂടും. ഹല്ലേലൂയ. കൂടെ കൂടെ പറയും, ഇങ്ങനെയൊക്കെ കൂടെ കൂടെ നിൻ്റെ കൂടെ കാണിച്ചാലേ നിൻ്റെ സ്നേഹവും കൂടുതലാകും. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹം കൂടാനും ചിലർ ഇതുപോലെ പരീക്ഷിക്കും. സാത്താൻ്റെ പരീക്ഷ യേശു ജയിച്ചതുപോലെ എന്ത് ചെയ്യണം? പരസ്പരം ജയിക്കണം. ഹല്ലേലൂയ. സന്തോഷമേ ഇല്ലല്ലോ നിങ്ങളെ മുഖത്ത് നോക്കിയപ്പം. എല്ലാവരും കണ്ണിൽ തൂള് വീളുന്നത് പോലെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ ഞാനാണ് ഇപ്പോൾ ഉറങ്ങേണ്ടത്. ഇന്നലെ രാത്രി മൊത്തം ട്രെയിനിൽ യാത്ര ചെയ്തതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലെ പ്രസംഗം തീർന്നപ്പോൾ പറയാണ് നാളേക്ക് മീറ്റിംഗ് ഉണ്ട്, 2 നാൾ നിൽക്കണമെന്ന് പറഞ്ഞു അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു നാളേക്ക് മീറ്റിംഗ് ഉണ്ട്. നാളേക്ക് പോന ഉടനെയാ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ബലവാനാக കൊണ്ട് ദൈവം നടത്തുന്നു. ശ്രദ്ധിക്കുക, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ. അപ്പം ഈ ശോധനയെല്ലാം വന്നിട്ടും ആത്മാവിൻ്റെ ബലം കുറഞ്ഞില്ല. പോരാട്ടം വരും തോറും ആത്മാവിൻ്റെ ബലം കൂടുകയല്ലാതെ കുറയാൻ പാടില്ല. ഒരല്ലിയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എന്ത് തന്നെ പ്രശ്നം വന്നാലും ഹല്ലേലൂയ, സ്തോത്രം, വിശ്വാസം കൂടുകയല്ലാതെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. ചിലർ തണുത്തു പോകും കേട്ടോ, സ്തോത്ര കാഴ്ച കൊടുക്കില്ല, ദശാംശം കൊടുക്കില്ല. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഒരിക്കൽ സ്തോത്രം, തിരുനെൽവേലിക്കടുത്തൊരു ചർച്ചിൽ അണ്ണൻ്റെ തമ്പിയുടെ സഭയിൽ, തമ്പി പാസ്റ്ററാണ്, അണ്ണൻ 6000 രൂപ ദശാംശം കൊണ്ടുപോയി. അന്നത്തെ പ്രസംഗത്തിൽ ഒരു ചെറിയ സങ്കീർത്തനം പ്രബോധിപ്പിച്ചപ്പം ഒരു ചെറിയ വാക്ക് അണ്ണൻ്റെ ഹൃദയത്തെ കുത്തി. പക്ഷെ അണ്ണൻ എവിടെയോ കുത്തൽ ഇരുന്നത് കൊണ്ട് കുത്തിയതാണ്. പക്ഷേ പാസ് അറിഞ്ഞ് പ്രസംഗിച്ചതല്ല. പക്ഷെ കുടുംബക്കാരല്ലേ. അപ്പോൾ കുടുംബക്കാരുടെ ഇടയിൽ ഊഴിയം ചെയ്യാൻ വലിയ പാട്. കാരണം ഇവർ ചിന്തിക്കുന്നത് അറിഞ്ഞു വെച്ച് പ്രസംഗിക്കുന്നതെന്നേ പറയും. ഹല്ലേലൂയ. ഇന്നും ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, കുടുംബക്കാരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാൻ വലിയ പാട്. അത് വാസ്തവം തന്നെയാണ്. സ്വന്തം ദേശത്തിൽ യേശുവെ പറഞ്ഞല്ലോ, സ്വന്തം ദേശത്തിൽ പ്രവാചകൻ മാനിക്കപ്പെടുകയില്ല. പക്ഷെ ഒരു കാര്യം, മാനിക്കാൻ ദൈവം ഒരു അവസരം ഒരുക്കും കേട്ടോ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അപ്പോൾ കൊണ്ടുവന്ന 6000 രൂപ തിരിച്ചു കൊണ്ടുപോയി, ദശാംശം കൊടുക്കാതെ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, സ്തോത്രം, ആ സഭയിൽ ഒരിക്കൽ ഞാൻ പോയപ്പോഴേ ദൈവാത്മനോട് പറഞ്ഞു, നീ 6000 രൂപ ദശാംശം കൊടുക്കാതെ തിരിച്ചു കൊണ്ടുപോയാൽ പാസ്റ്ററോടുള്ള കലിപ്പിലാ കൊണ്ടുപോകുന്നേ. പക്ഷേ 60,000 ചെലവ് വരാൻ പോയത്, നഷ്ടം വന്നത് നീ അറിയത്തില്ല, പിന്നെ അറിയുന്നു. സ്തോത്രം. 4 വയലിൽ കിടന്ന നെല്ല് ഒരുമിച്ച് മഴ കൊണ്ടുപോയി. ഹല്ലേലൂയ. അപ്പോഴാ പറയും, ആണ്ടവരേ 60,000 രൂപ കിട്ടോളം നെല്ല് പോച്ചേന്ന്. സ്തോത്രം. അപ്പോൾ വീട്ടിൽ വിതച്ചവൻ കണക്കിടുന്നതിന് മുമ്പേ ദൈവം കണക്കിട്ട് പറഞ്ഞു, കണ്ടോ 60,000 രൂപയുടെ നഷ്ടം വന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവസന്നിധാനത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം തരുന്ന വീണ്ടും ആ ദശാംശ കാര്യത്തിൽ കയറി വരണമെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ ക്രമീകരിക്കപ്പെടുവാനുണ്ട്. ദൈവം തരുന്ന സകല നന്മയിലും ദശാംശം കർത്തൃ സന്നിധാനത്തിൽ കൊടുക്കണം. ഹല്ലേലൂയ. എവിടെയെങ്കിലും മുടക്കമുണ്ടെങ്കിൽ വേദപുസ്തകം പറയുന്നു 1/5 കൂടെ കൂട്ടി കൊടുക്കണം. അപ്പോൾ മുടങ്ങി കിടക്കുന്നതൊക്കെ പലിശ ചേർത്ത് കൊടുക്കാനാണ് പറയുന്നത്. ആ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ പറയുന്നുണ്ട് അവൻ്റെ ആത്മാവിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല. പറയുന്നുണ്ട് യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. സ്തോത്രം. അപ്പോൾ ഇവിടുന്ന് ശോധന ചെയ്തു, ജയിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത പട്ടണത്തേക്കൊരു പ്രമോഷന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കഷ്ടത സഹിക്കുന്ന, പ്രതികൂലത്തെ ജയിക്കുന്ന ഒരു ദൈവവചനൊരു പ്രമോഷനുണ്ട്. ഇന്ന് ഏത് വിഷയത്തിൽ നീ കിടന്ന് വേദനിക്കുന്നുവോ, ദുഃഖിക്കുന്നുവോ, നിനക്കൊരു പ്രമോഷനുണ്ട്.
ഹല്ലേലൂയ. ആമേൻ. എന്നും ഒരു കൈക്കീഴിൽ കിടന്ന് കരയേണ്ട വ്യക്തിയല്ല. ദൈവത്തിന് നിനക്കൊരു സ്വതന്ത്രം തരുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നുണ്ട്, ഒന്ന്, ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാടൊക്കെയും. രണ്ടാമത്തെ ദൂത പ്രൊമോഷൻ, നിന്നാടത്തിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്കായി. പിന്നെ അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാടൊക്കെയും പരന്നു. ഹല്ലേലൂയ. അതുവരെ യേശു നസ്രത്തിൽ മാത്രമേ അറിയാന്നുള്ളൂ. ആമേൻ. സ്തോത്രം. എന്താ അറിയുന്നത്? തച്ചൻ്റെ മകൻ എന്നറിഞ്ഞത്. പക്ഷേ ഈ ശോധന ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പട്ടണം മാറി ശ്രുതി പരക്കാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ദൈവവേല ചെയ്യുന്ന ദൈവമക്കളെ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, സ്വർഗം നിന്നെക്കുറിച്ചൊരു ശ്രുതി വെളിപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, നിന്നെക്കുറിച്ചൊരു കീർത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നിനക്കൊരു പ്രൊമോഷൻ തരുവാനുണ്ട്. ആമേൻ. സ്തോത്രം. നീ സ്വസ്ഥമായി സമാധാനമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ചില മുഖാന്തരം ദൈവം ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാടൊക്കെയും പരന്നു. ആമേൻ. അടുത്ത് പറയുന്നുണ്ട്, അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ പള്ളികളിൽ അതുവരെ നീ ഉപദേശിക്കുവാൻ, ആമേൻ, സ്തോത്രം, നിനക്കൊരു ചാൻസ് കിട്ടിയില്ല എങ്കിലും ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നുണ്ട്, ആമേൻ, പള്ളികളിൽ പ്രശംസിക്കേണ്ടതിന്, ശുശ്രൂഷിക്കേണ്ടതിന്, ദൈവിക പ്രശംസ നിന്നിൽ വെളിപ്പെടേണ്ടതിന്, ആമേൻ, സഭയുടെ അകത്തളങ്ങളിൽ ഹല്ലേലൂയ ചില പ്രവൃത്തി ചെയ്യേണ്ടതിന് ദൈവം നിന്നെ മുദ്രയിടുകയാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ക്ഷീണിച്ചും തളർന്നു പോകാതെ ആത്മാവ് നിന്റെ മേൽ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധാനത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഈ നാളുകളിൽ ചില പ്രവൃത്തി ചെയ്യുവാൻ സ്വർഗം നിന്നെ ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുകയാ. ഹല്ലേലൂയ. ആമേൻ. അവിടെ പറയുന്നുണ്ട്, ആമേൻ, നീ ശുശ്രൂഷിക്കുക മാത്രമല്ല, നിന്നെ കുറിച്ചുള്ള പ്രശംസ, ആമേൻ, സ്തോത്രം, എല്ലാവരും പുകഴത്തക്ക നിലകളിൽ ദൈവം നിനക്കൊരു കൃപാവരം, ആമേൻ, സ്തോത്രം, നിന്റെ മേൽ ഇടുകയാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു പുതിയ പുതപ്പ് കൊണ്ട് മൂടുന്നത് പോലെ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നുണ്ട്, ശുശ്രൂഷ ലെവലിൽ ഹല്ലേലൂയ ഒരു പുതിയ ഉടുപ്പ് അണിയിച്ച് ദൈവം നിനക്ക് തലയിൽ ശിരസ്ത്രം വെച്ച്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവിക ശുശ്രൂഷയുടെ വിശാലതയിലേക്ക്, ഹല്ലേലൂയ, അധികാരത്തോടെ നിർത്തുവാൻ ആത്മാവ് ചില മുഖാന്തരങ്ങൾ ഒരുക്കുന്നുണ്ട്. എല്ലാ കണ്ണുകളും അടങ്ങാട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവസ്ഥകൾക്ക് ഭേദം വരുത്തി ദൈവമഹത്വത്തിന്റെ വിടുതൽ തുറന്നു വയ്ക്കുവാൻ ആത്മാവ് നിന്റെ മേൽ ചില പരിവർത്തനം ഇടുന്നുണ്ട്. ഇന്ന് രാത്രി ആ ദൈവിക വാഗ്ദത്തങ്ങൾ ജീവിതത്തിൽ പിടിച്ചെടുക്കുവാൻ ചില ഞെരുക്കങ്ങളിലൂടെ, അല്ലെ ചില വേദനകളിലൂടെ നീ കടന്നു പോയിക്കൊണ്ടിരിക്കും.